ഗുഡ് മോർണിംഗ്. ഓപ്പണിംഗ് ആർട്സ് വിത്ത് മൈഫിന്റെ ഒരു പുതിയ സെഷനിലേക്ക് എല്ലാ പ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ്. ഗുഡ് മോർണിംഗ് സുരേഷ് സർ. വെരി ഹാപ്പി മോർണിംഗ് ജാസ്മിൻ. സർ, ഏതായാലും നമുക്ക് ആദ്യം ഹാൻഡ് ഓവേഴ്സിലേക്ക് തന്നെ നോക്കാം. അമേരിക്കൻ മാർക്കറ്റിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇടിവ് തന്നെയാണ് കാണാൻ സാധിക്കുന്നത്. ഫ്ലാറ്റ് നെഗറ്റീവ് നോട്ടിലായിരുന്നു നാസ്ഡാക്ക് ഇൻഡെക്സ് വ്യാപാരം അവസാനിപ്പിച്ചത്. 0.77% ഒരു ഇടിവിൽ ഡൗ ജോൺസും വ്യാപാരം അവസാനിപ്പിച്ചിരിക്കുന്നു. 0.43% ഇടിവിലാണ് S&P 500 സൂചിക ട്രേഡിംഗ് അവസാനിപ്പിച്ചിരിക്കുന്നത്. ഏതായാലും അമേരിക്കയെ സംബന്ധിച്ചിടത്തോളം കൂടുതലായിട്ട് ട്രംപിന്റെ ഇടപെടൽ കൂടുതൽ കാര്യങ്ങളിലേക്ക് വരുന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത്. അതിൽ ആദ്യം തന്നെ വായ്പാ ചട്ടങ്ങളിൽ തിരിമറി നടത്തിയെന്ന് ആരോപിച്ച് ഫെഡറൽ റിസർവിന്റെ ഗവർണർ ലിസ കുക്കിനെ പദവിയിൽ നിന്ന് ട്രംപ് പുറത്താക്കിയിരിക്കുകയാണ്. ട്രംപും US ഫെഡ് റിസർവും തമ്മിലുള്ള സംഘർഷങ്ങൾ, വാക്പോരുകൾ കൂടുതൽ രൂക്ഷമാകുന്നു എന്നുള്ളൊരു ഇൻഡിക്കേഷൻ കൂടിയാണ് ഈ ഒരു ഫയറിംഗ് നമുക്ക് തരുന്ന ഒരു സൂചന എന്ന് പറയുന്നത്. ഇതിലൊക്കെ ഉപരിയായിട്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇന്ന് ആഭ്യന്തര വിപണി ആരംഭിച്ചത് തന്നെ ഒരു ഇടിവിലാണ്, ഒരു ഗ്യാപ്പ് ഡൗൺ ഓപ്പണിംഗ് ആണ് കിട്ടിയിരിക്കുന്നത്. തീർച്ചയായിട്ടും താരിഫിന്റെ കൺസേൺസ് തന്നെയാണ് നിലനിൽക്കുന്നത്. ട്രംപ് പ്രഖ്യാപിച്ച 50% അധിക തീരുവ അല്ലെങ്കിൽ അധിക താരിഫ് 25% പെനാൽറ്റി ഉൾപ്പെടെ 50% എന്ന് പറയുന്നത് നാളെ മുതലാണ് നിലവിൽ വരുന്നത്. തീർച്ചയായിട്ടും നാളെ ഒരു മാർക്കറ്റ് ഹോളിഡേ കൂടിയാണ്. അതിൻ്റെ ഒരു റിഫ്ലക്ഷൻസ് നമുക്ക് ഇന്ന് തന്നെ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നുണ്ട്. നിഫ്റ്റി, ബാങ്ക് നിഫ്റ്റി അടക്കം എല്ലാം ഇടിവിൽ തന്നെയാണ് ട്രേഡ് ചെയ്യുന്നത്. ഏതായാലും ഈ ഒരു താരിഫിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെന്നുണ്ടെങ്കിൽ പല മേഖലകളെയും അഫക്റ്റ് ചെയ്യുന്ന ഒരു തീരുമാനം തന്നെയാണ്. പക്ഷേ ഇന്ത്യയുടെ വളർച്ചയെ ബാധിക്കില്ല, ഈ ഒരു അധിക താരിഫ് കൂടുതലായിട്ട് ബാധിക്കില്ല എന്നാണ് ഇപ്പോൾ എക്സ്പേർട്സ് നൽകുന്ന ഒരു വ്യൂ എന്ന് പറയുന്നത്. നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ താരിഫ് ഇമ്പോസ് ചെയ്യപ്പെടുന്ന രാജ്യമായിട്ട് ബ്രസീലിന് പിന്നാലെ ഇപ്പോൾ ഇന്ത്യയെ മാറിയിരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അതോടൊപ്പം തന്നെ ട്രംപിൻ്റെ താരിഫിൽ കൂടുതൽ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു തരത്തിലുള്ള ഒരു ഇരു രാജ്യങ്ങളും തമ്മിലുള്ള കൂടുതൽ ചർച്ചകളോ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് നോട്ടീസ് ട്രംപ് പുറത്തിറക്കിയിട്ടുണ്ട്. നാളെ മുതൽ ഈ ട്രംപ് പ്രഖ്യാപിച്ച താരിഫ് പ്രാബല്യത്തിൽ വരും എന്നത്. സർ, നമുക്ക് മാർക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം കുറേ നാളുകളായിട്ട് നമ്മൾ ഈ പറയുന്ന താരിഫിന്മേൽ തന്നെയാണ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഇതിനപ്പുറത്തേക്ക് യാതൊരു തരത്തിലുള്ള ഒരു നെഗോസിയേഷൻ ഉണ്ടാകാൻ ചാൻസസ് ഇല്ല. എങ്ങനെയായിരിക്കും മാർക്കറ്റ് ഇതിനെ ഒന്ന് അബ്സോർബ് ചെയ്യുന്നത്? ജാസ്മിൻ, ഇതിപ്പോൾ നമ്മൾ എന്താണോ ഫിയർ ചെയ്തിരുന്നത്, അതായത് നാളെ എന്താണ് വരുമെന്ന് ഫിയർ ചെയ്തിരുന്നത് ഇന്നലെ രാത്രി തന്നെ വന്നു എന്നുള്ളതാണ് പ്രത്യേകത. അപ്പം നമ്മൾ ഇന്നലെ തന്നെ ശരിക്കും പറഞ്ഞാൽ മാർക്കറ്റിൽ ഒരു കോഷ്യസ് ഓപ്റ്റിമിസം പറഞ്ഞിരുന്നു. കാര്യം വെച്ചാൽ എന്ത് വന്നാലും ശരി, അത് ഇപ്പോൾ നെഗോസിയേഷൻ നടക്കാൻ പോകുന്നു എന്നുള്ളൊരു ഉറപ്പ് കിട്ടിയാൽ പോലും 27th എന്ന് പറഞ്ഞാൽ ഡെഡ് ലൈൻ തീർച്ചയായിട്ടും റെസ്പെക്റ്റ് ചെയ്തിരിക്കും. അതൊരു ടാരിഫ് വരും എന്നുള്ള കാര്യത്തിൽ സംശയമില്ലായിരുന്നു. ബട്ട് ഈ മാർക്കറ്റിൽ ഇന്നത്തെ കറക്ഷനെ ഞാൻ വളരെ സീരിയസ് ആയിട്ട് എടുക്കുന്നില്ല. കാര്യം എന്ത് വന്നാലും മാർക്കറ്റിന് അറിയാമെന്നുള്ളൊരു കാര്യം തന്നെയായിരുന്നു. അറിയാതെ വരുന്ന എന്തെങ്കിലും ഒരു അൺസർട്ടൺ ആയിട്ടുള്ള ഒരു കാര്യം പെട്ടെന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വരുമ്പോഴാണ് നമുക്ക് മാർക്കറ്റിൽ പ്രോബ്ലം ഉണ്ടാണ്. ബട്ട് ഇന്നത്തെ കറക്ഷൻ ശരിക്കും പറഞ്ഞാൽ ഞാൻ അത്ര വലിയ സീരിയസ് ആയിട്ട് എടുക്കില്ല. ബട്ട് ഈവൻ ദെൻ എവിടെയാണ് ഇത് സപ്പോർട്ട് എടുക്കുന്നത് എന്നുള്ളത് ടെക്നിക്കലി ഒന്ന് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ ശരിക്കും പറഞ്ഞ പോലെ തന്നെ ഇന്നലെ രാത്രി 12:01 AM ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈമിന് നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്നു. അതായത് ഇന്ത്യക്ക് മേലുള്ള അധികമായിട്ടുള്ള 25% ടാരിഫ് ഡ്യൂ ടു ബൈയിങ് ഓഫ് റഷ്യൻ ഓയിൽ യാഥാർത്ഥ്യമായിരിക്കുന്നു എന്നുള്ള കാര്യമാണ്. ഇപ്പോൾ ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്ന് പറഞ്ഞാൽ അതായത് നോർത്ത് അമേരിക്കയുടെ ഈസ്റ്റേൺ പാർട്സിൽ യൂസ് ചെയ്യുന്ന ഒരു ടൈം സോണാണ്. അതായത് ഇപ്പോൾ വാഷിങ്ടൺ DC, ന്യൂയോർക്കിലൊക്കെ നമ്മൾ എന്തെങ്കിലും പറയണമെങ്കിൽ EST, ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം എന്നാണ് പറയുന്നത്. അതായത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 9.5 hours ESTക്ക് മുമ്പിലാണ്. അതായത് ഉച്ചയ്ക്ക് 12 മണി എന്ന് EST പറയുകയാണെങ്കിൽ അർത്ഥം നമുക്ക് രാത്രി 9:30 PM എന്നുള്ളതാണ് അതിൻ്റെ ആ ഒരു കണക്ക് വരുന്നത്. അപ്പം നമുക്ക് എന്നാണ് ടാരിഫ് വരുന്നത്? നമുക്ക് വെനസ്ഡേ രാവിലെ 9:30 AM മുതലാണ് ഈ ടാരിഫ് ശരിക്കും പറഞ്ഞാൽ നിലവിൽ വരിക. കാരണം എന്താ? നമുക്ക് അവിടുത്തെ രാത്രി 12 മണി ഈസ്റ്റേൺ സ്റ്റാൻഡേർഡ് ടൈം. അപ്പം നമ്മളിവിടെ രാവിലെ 9:30 ആയിരിക്കും അത് വരിക എന്നുള്ളത്. അതായത് നമ്മുടെ നാളത്തെ ദിവസം മാർക്കറ്റ് ഹോളിഡേ ആണ്. നാളെ ഗണേശ് ചതുർത്ഥിയാണ്. ഗണേശ് ചതുർത്ഥി ദിവസം രാവിലെ 9:30 ഈ ടാരിഫ് നിലവിൽ വരുന്നു എന്നുള്ളതാണ്. സാധാരണ ഗണേശ് ചതുർത്ഥിയെക്കുറിച്ച് നമ്മൾ പറയണമെന്നറിയോ? സ്റ്റാർട്ട് ഓഫ് ഓൾ തിങ്സ് ഗുഡ്. എല്ലാ നല്ല കാര്യങ്ങളും തുടങ്ങി എല്ലാ വിഘ്നങ്ങളും മാറി നീങ്ങുന്ന ഒരു ദിവസമായിട്ടാണ്
ഒരു നമ്മൾ വിനായക ചതുർത്ഥി അല്ലെങ്കിൽ ഗണേശ ചതുർത്ഥിയെ കാണുന്നുള്ളത്. ആ ദിവസം തന്നെയാണ് നമുക്ക് ടാരിഫ് വരുന്നത് എന്നുള്ളത്. അപ്പോൾ നമുക്കൊരു എക്സ്പെക്റ്റേഷൻ, അതായത് നമ്മുടെ ഇന്ത്യയുടെ ഒരു പ്രത്യേകത ജാതി മതമൊക്കെ മാറ്റിവെച്ച് ഒന്നിച്ച് തിങ്ക് ചെയ്യുന്നവരാണ്. ഒരുപാട് നല്ല കാര്യങ്ങൾക്ക് പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുന്ന ഒരു കമ്മ്യൂണിറ്റിയും സൊസൈറ്റിയും ഒരു നേഷനുമാണ് നമ്മൾ. അവിടെ ഈ പറഞ്ഞ പോലെ ഫെസ്റ്റിവൽസിനൊന്നും നമ്മൾ ജാതിയും മതവും ഡിഫറൻസ് ഒന്നും കാണാനില്ല. അപ്പോൾ ഈച്ച് ആൻഡ് എവറി ഇന്ത്യൻ അതൊരു നല്ലതായിട്ട് കണക്കാക്കി മുന്നോട്ട് പോകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാര്യം ഇത് നമ്മുടെ മുന്നിലുള്ള ലാസ്റ്റ് വിഘ്നമായിരിക്കും. ആ വിഘ്നം കൂടെ തുടഞ്ഞു നീക്കി നല്ലൊരു നാളേക്കായി നമുക്ക് കാത്തിരിക്കാം എന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഗുഡ് ടൈംസ് ആർ യെറ്റ് ടു കം എന്നുള്ള ഒരു എന്താ പറയുക, ഒരു ആശയോടുകൂടി ഒരു ഹോപ്പോടുകൂടി നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്ക് മുന്നോട്ട് പോവാം എന്നുള്ളതാണ്. നമ്മുടെ മൈഫിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതായത് ജാതി മത ഭേദമന്യേ എല്ലാവർക്കും ഹാപ്പി വിനായക ചതുർത്ഥി എന്നും കൂടെ പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ നമുക്കിപ്പോൾ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ നമുക്കൊരു കാര്യം പറയാതിരിക്കാൻ പറ്റില്ല. നൗ 50% ടാരിഫ് ഇസ് എ റിയാലിറ്റി. അപ്പോൾ ഇന്ത്യയെ സംബന്ധിച്ച് US-ലേക്കുള്ള ട്രേഡിന് അല്ലെങ്കിൽ എക്സ്പോർട്സിന് 50% ടാരിഫ് വന്നിരിക്കുന്നു. അതായത് 3 ലെവലിലാണ് നമുക്ക് ഈ ടാരിഫ് വരുന്നത്. ഒന്ന്, മോസ്റ്റ് ഫേവേർഡ് നേഷൻ, അതിൻ്റെ ഒരു ടാരിഫ്. അതായത് ഈ ടാരിഫിൻ്റെ കോലാഹലങ്ങളൊക്കെ തുടങ്ങുന്നതിന് മുമ്പേ നമ്മൾ അമേരിക്കയായിട്ട് എന്തായിരുന്നു നമ്മുടെ ടാരിഫ്, അതൊരു ബേസ് ടാരിഫ്. അതിൻ്റെ മുകളിൽ 25% ടാരിഫ് ഓൺ ട്രേഡ്. മൂന്നാമത് റഷ്യൻ ഓയിലിന് വേണ്ടിയിട്ടുള്ള 25%. അങ്ങനെ എല്ലാം കൂടെ ചേർന്ന് 50+ മോസ്റ്റ് ഫേവേർഡ് നേഷൻ വരും. അതായത് പല സെക്ടറിനും ഡിഫറൻ്റ് ആയിരിക്കും. മിനിമം 50 മുതൽ മുകളിലോട്ട് 60, 65, 70 അങ്ങനെ പല സെക്ടറിനും പല രീതിയിലാണ് ടാരിഫ് വരുന്നത്. മിനിമം 50% ആയി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഈ പറയുന്ന പോലെ ഇതിൻ്റെ പുറകിൽ കുറച്ച് കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് ഇന്ന ദിവസം മുമ്പേ നമ്മൾ ഷിപ്പ് ചെയ്തത്, ഇന്ന ദിവസത്തിന് മുമ്പേ അമേരിക്കൻ പോർട്ടിൽ റീച്ച് ചെയ്യാൻ പോണ ഗുഡ്സിനൊന്നും ഈ പറയുന്ന പോലെ അതൊന്നും ഈ ടാരിഫിന് ബാധകമല്ല എന്നുള്ള. ബട്ട് ശരിയാണ്, ഈ പറഞ്ഞ പോലെ ഒരു ഭൂരിഭാഗം ട്രേഡും നല്ലൊരു പെർസെൻറ്റേജ് ഓഫ് ട്രേഡ് ഇന്നു മുതൽ ഒരു സ്റ്റാൻഡ് സ്റ്റില്ലിലേക്ക് പോവും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സോ ദാറ്റ് ഹാസ് ബിക്കം എ റിയാലിറ്റി. അപ്പോൾ ദ വേഴ്സ്റ്റ് ഹാസ് കം എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് വാക്ക്. ഇനി ഇതിനകത്തുനിന്ന് എന്തെങ്കിലും നടക്കണമെങ്കിൽ ഇമ്പ്രൂവ്മെൻ്റ് ആയിരിക്കണം എന്നുള്ളതാണ്. നമ്മൾ പൊതുവേ പ്രതീക്ഷിച്ചിരുന്നത്, നമ്മൾ ശരിക്കും പറഞ്ഞാൽ 25-ാം തീയതി ട്രംപിൻ്റെ ഒഫീഷ്യൽസ് US ഡെലിഗേറ്റ്സ് ഇന്ത്യയിൽ വരുന്നു, നമ്മളൊരു ചർച്ച നടക്കുന്നു. അതിൻ്റെ ഇടയിൽ റഷ്യയും യുക്രൈനും തമ്മിലൊരു പീസ് ടോക്ക് കരാറാവുന്നു. ഇതൊക്കെ വരികയാണെങ്കിൽ ഈ 25% അഡീഷണൽ ടാരിഫ് വരുമില്ല എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത്. ബട്ട് ലാസ്റ്റ് ഒരാഴ്ചയായിട്ട് മാർക്കറ്റിന് അറിയാമായിരുന്നു ഈ 25% കൂടി വരും. കാര്യം റഷ്യ യുക്രൈൻ ടോക്സ് എവിടെയും പോകുന്നുമില്ല. അതുമാത്രമല്ല US ഡെലിഗേറ്റ്സിൻ്റെ ഇന്ത്യൻ വിസിറ്റ് പോസ്റ്റ്പോണും ചെയ്തിരുന്നു. അപ്പോൾ ഇന്നത്തെ മാർക്കറ്റ് കറക്ഷനെ ഞാനൊരു പിഞ്ച് ഓഫ് സോൾട്ട് ആയിട്ട് എടുക്കുള്ളൂ. അത് ഞാൻ ചിലപ്പോൾ തെറ്റിയേക്കാം. ഞാൻ എൻ്റെ ഒരു അഭിപ്രായം പറയണം, മാർക്കറ്റിന് അറിയാത്തതൊന്നും തന്നെ ഇന്നലെ രാത്രി സംഭവിച്ചിട്ടില്ല എന്നുള്ള. മാർക്കറ്റ് എന്ത് എക്സ്പെക്ട് ചെയ്തോ അത് വന്നു എന്നേ ഉള്ളൂ. നാളെ എക്സ്പെക്ട് ചെയ്ത കാര്യം ഇന്ന് വന്നു എന്നുള്ളത് ഒരു തെറ്റോ കുറ്റമായിട്ടോ ഞാൻ കണക്കാക്കുന്നില്ല. സോ ടു ഏർലി ടു കം ഇൻ. അപ്പോൾ ഹോൾഡ് യുവർ ഹോഴ്സസ്. ഇമോഷണലായിട്ട് കാര്യങ്ങൾ തീരുമാനിക്കേണ്ട. ന്യൂസ് ഈസ് ഓൾറെഡി ഔട്ട്. ഇനി അതിനകത്ത് ശരിക്കും പറഞ്ഞാൽ നമുക്കൊന്നും ചെയ്യാനില്ല. ഇന്നലെ ആയിരുന്നെങ്കിൽ ന്യൂസ് വരുന്നതിന് മുമ്പേ നമുക്കൊരു ആക്ഷൻ എടുക്കായിരുന്നു. ഇപ്പം ന്യൂസ് വന്നു കഴിഞ്ഞു, മാർക്കറ്റ് അത് ഡിസ്കൗണ്ട് ചെയ്ത് കഴിഞ്ഞു. അതുകൊണ്ട് നിങ്ങൾ അതിനകത്ത് വെറി ചെയ്ത് ഇമോഷണലായി സെൻറ്റിമെൻ്റൽ ആവരുതെന്ന് മാത്രം ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ പറഞ്ഞു വയ്ക്കുന്നു. ഇനി US മാർക്കറ്റിലേക്ക് നമ്മൾ നോക്കുകയാണെങ്കിൽ US മാർക്കറ്റ് ഫ്രൈഡേയിൽ ഭേദപ്പെട്ട റാലി ആയിരുന്നു. അതിൻ്റെ 50% ഗെയിംസും ഇന്നലെ പോയി കിട്ടി എന്നുള്ളതാണ് നമുക്ക് മാർക്കറ്റിൽ മാറ്റുന്നത്. ഇന്നലെ ഞാൻ US മാർക്കറ്റ് നോക്കുമ്പോണ്ടല്ലോ, S&Pൻ്റെ 11 സെക്ടറിൽ 9 ലോസസിൽ തന്നെയായിരുന്നു. അത് ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു അഫക്റ്റ് ചെയ്തത് കൺസ്യൂമർ സ്റ്റേപ്പിൾസും ഹെൽത്ത് കെയറുമാണ് ഏറ്റവും കൂടുതൽ താഴേക്ക് പോയെന്നുള്ളത്. അതായത് 11 സെക്ടറുകളിൽ 9 സെക്ടറും നെഗറ്റീവായിരുന്നു. അതായത് ഇപ്പോൾ അവിടെ ഇൻട്രസ്റ്റ് റേറ്റിൻ്റെ കാര്യം കൂടെ തീർന്നു. അതായത് എനിക്ക് തോന്നുന്നു നമ്മളും പറഞ്ഞു വെച്ചിരുന്നു ഇന്നലത്തെയോടുകൂടി US മാർക്കറ്റിൽ ബാക്കിയുള്ള ക്ലൗഡ്സ് ഒക്കെ നീങ്ങി എന്നുള്ള. ബട്ട് ഇപ്പോഴും എന്തോ ടാരിഫിൻ്റെ ഇഷ്യൂ തന്നെയാണ് ഈ മാർക്കറ്റ് അവിടെ ഡിസ്കൗണ്ട് ചെയ്യണം. അല്ലെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു ഇൻട്രസ്റ്റ് റേറ്റ് കൂടെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് മുകളിലേക്ക് കയറാം. അപ്പോൾ ടാരിഫിൻ്റെ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല. എനിക്ക് തോന്നുന്നില്ല US മാർക്കറ്റ് ഇൻഫ്ലേഷനെ പേടിക്കുന്നുവെന്നോ അല്ലെങ്കിൽ ടാരിഫിനെ പേടിക്കുന്നോ ഒന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാൻ വിശ്വസിക്കുന്ന കാര്യം US മാർക്കറ്റ് ഈസ് ഗെറ്റിംഗ് ഇൻ ടു ആൻ ഓവർ വാല്യുവേഷൻ ടെറിട്ടറി എന്നുള്ള രീതിയിൽ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. കാര്യം എന്തൊരു രീതിയിലാണ് മാർക്കറ്റ് ഈ ടാരിഫ് ഉണ്ടായിട്ട് പോലും ഇൻട്രസ്റ്റ് റേറ്റ് ഉണ്ടാവും എന്നുള്ള രീതിയിൽ തന്നെയാണ് മാർക്കറ്റ് ഡിസ്കൗണ്ട് ചെയ്ത് മുന്നോട്ട് പോയെന്നല്ല. ഇപ്പം അവിടുത്തെ മാർക്കറ്റ് റെഡ് ഹോട്ട് ആയിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് പറയാൻ പറ്റുന്നത്. അതുമാത്രമല്ല ഒരുപാട് വെൽത്ത് കോൺസെൻട്രേഷൻ നടക്കുന്നു കേട്ടോ. അതായത് നമ്മളിപ്പോൾ ഞാൻ തന്നെ ഒരു റിപ്പോർട്ട് വായിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ഞാൻ ഈ ഓപ്പണിംഗ് ഹവേഴ്സിന് കയറുന്നതിനും എനിക്ക് മുഴുപ്പിക്കാൻ പറ്റിയില്ല എന്നുള്ള. അവിടെ തന്നെ ഈ ടെക്നോളജി സ്റ്റോക്സിനെ 2 രീതിയിലായിട്ടാണ്. ഇപ്പം നമ്മൾ സെയിൽസ് ഫോഴ്സ് പോലുള്ള കമ്പനീസ് നോക്കുകയാണെങ്കിൽ സെയിൽസ് ഫോഴ്സ് ഒക്കെ അണ്ടർ പെർഫോമേഴ്സ് ആയിരുന്നു. ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡേറ്റ ഇൻ്റലിജൻസ്, മെഷീൻ ലേണിംഗ് എന്നുള്ള രീതിയിൽ വരുന്ന ചിപ്പ്, സെമി കണ്ടക്ടർ, ഡേറ്റാ സെൻറ്റർ, ദാറ്റ് പാർട്ട് ഓഫ് IT ആൻഡ് ടെക്നോളജി സെക്ടർ മാത്രമേ പെർഫോം ചെയ്തുള്ള.
സെയിൽസ് ഫോഴ്സ് ഒന്നും നന്നായിട്ട് പെർഫോം ചെയ്തില്ല എന്നുള്ള. അതായത് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ സപ്പോർട്ട് ചെയ്യുന്ന കമ്പനികളും ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിനെ എഗെയിൻസ്റ്റ് ആയിട്ട് പ്രവർത്തിക്കുന്ന കമ്പനികൾക്കും പെർഫോമൻസ് US മാർക്കറ്റിൽ കിട്ടി നാസ്ഡാക്കിൽ. എന്നാൽ വെറും സെയിൽസ് സോഫ്റ്റ്വെയർ സർവീസസ് മാത്രം നടത്തുന്ന കമ്പനികൾക്ക് വേണ്ട രീതിയിൽ റേറ്റിംഗ് എന്താ പറയുക ഒരു റേറ്റിംഗ് മാർക്കറ്റിൽ കിട്ടിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ദാറ്റ് പാർട്ട് ഓഫ് ദ മാർക്കറ്റ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസും മറ്റേതും ഒക്കെ ഉള്ള ആ മാർക്കറ്റ് വളരെ നല്ല രീതിയിൽ ഈ പറയുന്ന പോലെ റെഡ് ഹോട്ടായി. അതിൻ്റെ കൂടെ സ്മോൾ മിഡ് ക്യാപ് സെഗ്മെൻറ്റ്, അതായത് റസൽ 2000-ൻ്റെ ഫിഗേഴ്സ് നമ്മൾ പറഞ്ഞല്ലോ, അതും നല്ല റെഡ് ഹോട്ടായി എന്നുള്ളത്. ഇപ്പോൾ US മാർക്കറ്റ് ഈസ് റൈപ്പ്, അത് പഴുത്ത് നിൽക്കുകയാണ്. എന്താ സംഭവിക്കുക എന്നുള്ളത് നമുക്കറിയില്ല. അത് തന്നെ ആയിരിക്കണം ഒരു പക്ഷേ കാരണം. കാര്യം വെച്ചാൽ എല്ലാ ന്യൂസും വന്നതിന് ശേഷവും മാർക്കറ്റ് അതിൻ്റെ ചെറിയൊരു കറക്ഷൻ US മാർക്കറ്റിൽ ചെയ്യണമെങ്കിൽ വേറെ എന്തോ അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നമാണെന്നാണ് ഞാൻ അതിനകത്തുനിന്ന് മനസ്സിലാക്കുന്നത് എന്നുള്ളത്. നമ്മൾ തിരിച്ച് US മാർക്കറ്റിലേക്ക് നോക്കുകയാണെങ്കിൽ ഡൗ ജോൺസ് ഏതാണ്ട് 0.77% മൈനസ് ആയിരുന്നു ഇന്നലെ. നാസ്ഡാക്ക് 0.22% മൈനസ് ആയിരുന്നു. S&P 0.43% ഡൗൺ ആയിരുന്നു എന്നുള്ള. NVIDIA ചെറിയ രീതിയിൽ അപ്പായിരുന്നു 1%. അതിൻ്റെ ഏർണിങ്സ് ഈ നാളെ വരുന്നു, അതായത് വെനസ്ഡേ ആണ് NVIDIAയുടെ ഏർണിങ്സ് വരുന്നതെന്നുള്ള. അതുമാത്രമല്ല ഒരു ഇമ്പോർട്ടൻറ്റ് ഡേറ്റ നമുക്ക് US മാർക്കറ്റിൽ വരുന്നത് PCE പ്രൈസ് ഇൻഡെക്സ് ഡേറ്റ. അതായത് ആ ഡേറ്റ എന്ന് പറഞ്ഞാൽ ഇൻഫ്ലേഷൻ്റെ മൂഡാണ് കാണിക്കുന്നത്. ഇൻഫ്ലേഷൻ്റെ ആ മൂഡ് സെൻറ്റിമെൻറ്റ് എന്താണെന്ന് കാണിക്കുന്നു. ദാറ്റ് വിൽ ബി ഔട്ട് ഓൺ ഫ്രൈഡേ. ദാറ്റ് മാർക്കറ്റ് അതിനെ കുറച്ച് ഉറ്റുനോക്കുന്ന ഒരു ഫിഗർ ആണെന്നുള്ള. പിന്നെ ജോബ് ഡേറ്റ അടുത്ത ആഴ്ച വരും എന്നുള്ളത് നമ്മൾ ഇന്നലെ പറഞ്ഞു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇമ്പോർട്ടൻറ്റ് ഡേറ്റാസ് ഇനി ഒരു 8-10 ദിവസം വരുന്ന കാര്യങ്ങൾ നമ്മളൊന്ന് നേരത്തെ പറഞ്ഞു വെച്ചു എന്ന് മാത്രം. പിന്നെ ജാസ്മിൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ലിസ കൂക്കിന് എഗെയിൻസ്റ്റ് ആയിട്ട് നമുക്കറിയാമല്ലോ, നമ്മൾ ഈ ചാനലിൽ തന്നെ ഈ ഷോയിൽ തന്നെ നമ്മൾ കഴിഞ്ഞ ആഴ്ച പറഞ്ഞിരുന്നു ലിസ കൂക്ക് റെസിഗ്നേഷൻ ചെയ്യണം എന്നുള്ളൊരു പ്രഷർ ട്രംപ് കൊടുത്തേക്കുമായിരുന്നു അല്ലേ. അപ്പോൾ ഒരുപാട് നാളത്തെ പ്രഷറും ബുള്ളിയിങ്ങിനും ഒടുവിലായിട്ട് ലിസ കൂക്കിനെ എടുത്ത് മാറ്റിയിരിക്കുന്നു ട്രംപിൻ്റെ അഡ്മിനിസ്ട്രേഷൻ. അതായത് ഫെഡ് ഗവർണർ സ്ഥാനത്ത് നിന്ന് റിമൂവ് ചെയ്തേക്കുന്നു എന്നുള്ളൊരു ന്യൂസാണ് ഇന്നലെ ഓവർനൈറ്റായിട്ട് നമുക്ക് കിട്ടുന്നത്. ഓഫ് കോഴ്സ് അദ്ദേഹം അത് മെൻഷൻ ചെയ്തിരിക്കുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമായ ട്രൂത്ത് സോഷ്യലിൽ അദ്ദേഹം മെൻഷൻ ചെയ്തേക്കെന്ന് വെച്ചാൽ നേരത്തെ ജാസ്മിൻ പറഞ്ഞ പോലെ മോർഗേജ് ഫ്രോഡ് എന്നുള്ളൊരു കാരണത്താലാണ് ആ ലിസ കൂക്കിനെ ആ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നുള്ള എക്സ്പ്ലനേഷനും കൂടെ കൊടുത്തിരിക്കുന്നു. ഒരു കാര്യം ഉറപ്പാണ്, ഈ റിമൂവൽ തീർച്ചയായിട്ടും കോടതിയിൽ ക്വസ്റ്റ്യൻ ചെയ്യും. ഇത് ലീഗലി പോകുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല. അപ്പോൾ ഫെഡ് കോർട്ടുകളിലും സുപ്രീം കോടതിയിലും, അതായത് US-ലെ സുപ്രീം കോർട്ടിലും ഇത് ചലഞ്ച് ചെയ്തേക്കാം. ഇതിൻ്റെ ഔട്ട്കം എങ്ങനെ വരും എന്നുള്ള കാര്യത്തിൽ നമുക്കറിയില്ല. സാധാരണ ഞാനൊന്ന് വായിച്ചു നോക്കിയപ്പോൾ പ്രസിഡന്റിന് 2 കാരണത്താൽ മാത്രമേ ഒരു ഫെഡ് ഗവർണറിനെ മാറ്റാൻ പറ്റുള്ളൂ. 2 കാരണങ്ങൾ. ആ 2 കാരണങ്ങൾ എന്ന് പറയുന്നത് അതിൻ്റെ ഇംഗ്ലീഷ് വേർഡ്സാണ് അതിൻ്റെ രസം. മാൽഫിയസൻസ് എന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ മലയാളത്തിൽ അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള നമ്മളൊരു മീനിങ് നോക്കുകയാണെങ്കിൽ ദുരുപയോഗം. പക്ഷേ ദുരുപയോഗം അല്ല അത് കറക്റ്റ് വാക്ക്. അതായത് നമ്മൾ പറയില്ലേ, അതായത് ഒരു പബ്ലിക് പൊസിഷൻ, അമേരിക്കൻ കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഈ വേർഡിനെ കാണണമെങ്കിൽ ഒരു പബ്ലിക് ഒഫീഷ്യൽ ആ പൊസിഷനിലിരുന്നുകൊണ്ട് ഒരു ദുരുപയോഗം ചെയ്യുന്നു. മനസ്സിലായില്ല? അതായത് റോങ് ഡൂയിങ്സ് ബൈ സിറ്റിംഗ് ഇൻ ദാറ്റ് പോസ്റ്റ്. അതാണ് ഒരു റീസൺ ഈ ഫെഡ് ഗവർണറിനെ മാറ്റാൻ പ്രസിഡന്റിനുള്ളത്. രണ്ടാമത്തെ ഡെറിലിക്ഷൻ എന്ന് പറഞ്ഞാൽ അവഗണന. അതായത് അവഗണന എന്നാണ് വീണ്ടും മലയാളം വേർഡ്സ് അതിനകത്ത് വരുന്നെങ്കിലും US കോണ്ടെക്സ്റ്റിൽ വരുന്നത് വെച്ചാൽ ഫെയിലിയർ ടു മീറ്റ് ഓബ്ലിഗേഷൻ. അതായത് നിങ്ങളൊരു സ്ഥലത്ത് ഇരുന്നു കൊണ്ട് നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി മീറ്റ് ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ ഈ 2 കാരണത്തിലാണ് ഈ പറഞ്ഞ പോലെ ഡെറിലിഷ്യൻ, ഈ പറഞ്ഞ മാൽഫിയസൻസ്, ഈ 2 വേർഡ്സ് ആണ് ശരിക്കും പറഞ്ഞാൽ പറഞ്ഞിരിക്കുന്നത് എന്നുള്ളതാണ്. ഈ 2 കാരണത്താൽ പ്രസിഡന്റിന് ഒരു ഗവർണറെ മാറ്റാം. പക്ഷേ തീർച്ചയായിട്ടും ഒരു കാര്യം ഉറപ്പാണ്, ഇത് ലീഗലി തന്നെ ചലഞ്ച് ചെയ്യും ഫെഡ് കോർട്സിലും സുപ്രീം കോടതിയിലും. എങ്ങനെ ഔട്ട്കം വരുന്നുള്ളത് കാണാം. മാർക്കറ്റ് ഫിയർ ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ, അതായത് നമുക്ക് ഈ 2 വാക്കുകൾ ഞാൻ പറയാൻ കാരണം എന്നറിയോ, അതായത് നമ്മൾ പറഞ്ഞില്ലേ മോർഗേജ് ഫ്രോഡിൻ്റെ പേരിലാണ് ലിസ കുക്കിനെ മാറ്റിയത്. മോർഗേജ് ഫ്രോഡ് അതായത് തിരിമറി എന്ന് നമ്മൾ സാധാരണ ഇന്ത്യൻ രാഷ്ട്രീയ ഭാഷകളിൽ നമ്മൾ പറയാറുണ്ട്. തിരിമറി എന്നുള്ള, അതായത് ദുരുപയോഗം, തിരിമറി എന്നുള്ള കാരണങ്ങളിലാണ് മാറ്റിയതെന്ന് പറയുമ്പോൾ അതിനകത്തൊരു ക്യാവിയറ്റ് കിടപ്പുണ്ട്. ജെറോം പവലിന് എഗെയിൻസ്റ്റ് നമ്മുടെ ആർഗ്യുമെൻറ്റ് വന്നത് എന്താ? ജെറോം പവൽ റിസൈൻ ചെയ്യണം, ഫെഡ് ബിഹൈൻഡ് ദ കർവാണ്, ഇൻട്രസ്റ്റ് റേറ്റ് ഇതുവരെ കുറയ്ക്കാൻ പറ്റിയില്ല എന്നുണ്ടെങ്കിൽ പവലിൻ്റെ ഫെയിലുവറാണ്, പവൽ പൊളിറ്റിക്കലായിട്ട് ആക്ട് ചെയ്യുന്നൊക്കെ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ പ്രഷറൈസ് ചെയ്യുമ്പോൾ അതിൻ്റെ പുറകിൽ പറയുന്നത് എന്താ? ഫെഡിൻ്റെ ന്യൂ ബിൽഡിംഗ് റെനോവേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു മിസ്മാനേജ്മെൻറ്റ് ഓഫ് ഫണ്ട്സ് നടത്തിയിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ഇപ്പോൾ നോക്കൂ, ലിസ കുക്കിനെ മാറ്റിയത് എന്തിനാ? ആ ഒരു മോർഗേജ് ഫ്രോഡ് പറഞ്ഞിട്ടാണ്.
അപ്പോൾ ഇപ്പുറത്ത് ജെറോം പവലിൻ്റെ തലയ്ക്ക് അത് നിൽക്കുന്നുണ്ടെന്നുള്ള ചെയ്യുന്നില്ല. കാര്യം ഇനി മാസങ്ങൾ മാത്രമേ അത് മാറാൻ. പക്ഷേ അതൊരു ഇൻഡയറക്റ്റ് ആയിട്ടുള്ളൊരു പ്രഷർ ജെറോം പവലിൻ്റെ തലയ്ക്ക് കൊടുത്തിരിക്കുന്നു. അതായത് ട്രംപ് ഇപ്പോൾ അറിയിച്ചിരിക്കുന്നത് എന്താണെന്നറിയോ, ഞങ്ങൾക്ക് 2 കാരണങ്ങളുണ്ട് നിങ്ങളെയൊക്കെ മാറ്റാൻ. ഒരെണ്ണം ഞാൻ ചെയ്തു, മറ്റേത് നിങ്ങളുടെ തലയ്ക്ക് ഞാൻ ഓങ്ങി വെച്ചിരിക്കുകയാണ്, എനിക്ക് വേണ്ടി നിങ്ങൾ പണിയെടുത്തോളൂ എന്ന് ഇൻഡയറക്റ്റ്ലി പറയുന്ന പോലെയാണ് നമുക്ക് തോന്നുന്നതെന്നുള്ളതാണ്. പിന്നെ നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇങ്ങനത്തെയൊക്കെ ഡിസിഷൻസ് മാർക്കറ്റിൽ വരുമ്പോൾ തീർച്ചയായിട്ടും അമേരിക്കൻ ബോണ്ട് മാർക്കറ്റിനെയും ഇത് അഫക്റ്റ് ചെയ്യും, അല്ലേ? US ട്രഷറിയെയും ബോണ്ട് മാർക്കറ്റിനെയും തീർച്ചയായിട്ടും അഫക്റ്റ് ചെയ്യും. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ US 10-year ബോണ്ട് yield ഇന്നലെ ഒന്ന് ഉയർന്നു, 0.59% ഉയർന്നിട്ട് 4.3% ആയി എന്നുള്ളതാണ്. അതുമാത്രമല്ല, ഈ ബോണ്ട് yield കയറാൻ ഈ ട്രംപിൻ്റെ ഈ ഗവർണറെ മാറ്റിയ ഡിസിഷൻ മാത്രമല്ല, ഇൻഫ്ലേഷൻ ഡേറ്റ ഈ വീക്ക് അവസാനത്തോടുകൂടി വരുന്നു. അപ്പോൾ ഈ 2 കാരണങ്ങളും വന്നപ്പോൾ ബോണ്ട് മാർക്കറ്റ് ഒന്ന് അൺസെറ്റിൽഡ് ആയിട്ട് 0.59% അപ്പായി എന്നുള്ളതാണ് അതിനകത്തുനിന്ന് കിട്ടുന്ന ഇൻഡിക്കേഷൻ. ബ്രന്റ് ക്രൂഡ് നമ്മൾ നോക്കുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഒരു 1.6% അപ്പാണ്, 68.79 പെർ ബാരൽ ആണ് വന്നേക്കുന്നത്. എനിക്ക് തോന്നുന്നു അത് വീണ്ടും ഈ റഷ്യയും യുക്രൈനും തമ്മിൽ യാതൊരു ധാരണയും ആയില്ല എന്നുള്ളൊരു കാരണത്തിലായിരിക്കാം ഓയിലിന് ചെറിയൊരു കയറ്റം അവിടെ ഉണ്ടാവുന്നതെന്നുള്ള. പിന്നെ ട്രംപ് ഒരു കാര്യം കൂടി പറഞ്ഞു വയ്ക്കുന്നു, അതായത് ചൈനയെ took a monopoly of rare earth magnets. അതായത് റെയർ എർത്ത് മാഗ്നറ്റ്സിൻ്റെ മോണോപ്പൊളി അവർ ലാസ്റ്റ് 10-20 കൊല്ലമായി ഉണ്ടാക്കിയെടുത്തു. പക്ഷേ ഞങ്ങൾ അതിൽ പേടിക്കുന്നില്ല. ബട്ട് അമേരിക്കയ്ക്ക് ആവശ്യമുള്ള റെയർ എർത്ത് മാഗ്നറ്റ്സ് ചൈന സപ്ലൈ ചെയ്യാൻ ബാധ്യസ്ഥരാണ്. ഞങ്ങൾക്ക് എല്ലാ റെയർ എർത്ത് മാഗ്നറ്റ്സും സപ്ലൈ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് റെസ്പോണ്ട് ചെയ്യാനായിട്ട് അറിയാം. വി വിൽ നോട്ട് ഷൈ അവേ ഫ്രം സ്ലാമിങ് അനദർ 200% ടാരിഫ് എന്നുള്ള ഒരു ഭീഷണിയും കൂടെ ചൈനയ്ക്ക് എഗെയിൻസ്റ്റ് ആയിട്ട് ട്രംപ് വച്ചു എന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യമാണ്. അത് മാത്രമല്ല, ഇന്നലെ ഉണ്ടല്ലോ നമ്മൾ അവിടുത്തെ പൊളിറ്റിക്കൽ അഫയേഴ്സ് കാണെങ്കിൽ സൗത്ത് കൊറിയയിൽ പുതിയ പ്രസിഡന്റ് വന്നിട്ടുണ്ട്. അപ്പോൾ സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ട്രംപിനെ കാണാൻ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവിടെ വെച്ച് അദ്ദേഹം പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, ഞാനും നോർത്ത് കൊറിയൻ പ്രസിഡന്റ് അതായത് കിം ജോങ്ങുമായിട്ട് നല്ല ബന്ധത്തിലാണ് എന്നുള്ള കാര്യത്തിൽ പറഞ്ഞു. ഞാൻ അപ്രോപ്രിയേറ്റ് ടൈമിൽ കിം ജോങ്ങിനെ ഞാൻ കാണാൻ ഉദ്ദേശിക്കുന്നു എന്നുള്ള കാര്യം കൂടെ ട്രംപ് പറഞ്ഞു. ട്രംപിൻ്റെ ഫസ്റ്റ് ടെന്യൂർ ഉണ്ടല്ലോ, ഫസ്റ്റ് ടെന്യൂറിൽ 3 പ്രാവശ്യം ഈ കിം ജോങ് ആയിട്ട് മീറ്റ് ചെയ്തിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട് നോർത്ത് കൊറിയൻ പ്രസിഡന്റ്. അപ്പോൾ ഇപ്പോൾ പറയുന്നത് എന്താ വെച്ചാൽ, സൗത്ത് കൊറിയൻ പ്രസിഡന്റ് അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുകയാണ്, ഞാൻ നോർത്ത് കൊറിയയുടെ കിം ജോങ് ആയിട്ട് ഞാൻ സംസാരിച്ച് നിങ്ങൾ തമ്മിലുള്ള പ്രശ്നത്തിൽ ഒരു അയവ് കൊണ്ടുവരാൻ ഞാൻ ശ്രമിക്കാം. അതായത് ട്രംപിനെ പ്രൊജക്റ്റ് ചെയ്യുന്നത് ഒരു വേൾഡ് ലീഡറും ഒരു ഗ്ലോബൽ സ്റ്റേറ്റ്സ്മാനായിട്ടും ഏതാണ്ട് നമ്മളൊരു സർക്കാസ്റ്റിക് ആയിട്ട് പറഞ്ഞാൽ നോബൽ പീസ് പ്രൈസിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ബ്രാൻഡ് അംബാസിഡറായിട്ട് മാറാനുള്ള ഒരു ട്രാൻസ്ഫോർമേഷനിലാണ് അദ്ദേഹത്തിൻ്റെ പബ്ലിക് റിലേഷൻസ് ഇപ്പോൾ റൺ ചെയ്യുന്നതെന്നുള്ള സൗത്ത് കൊറിയൻ പ്രസിഡന്റ് ഒരു പക്ഷേ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റിനെ വെൽക്കം ചെയ്തു. കാര്യം വെച്ചാൽ അദ്ദേഹം ന്യൂ ആണല്ലോ. അപ്പോൾ എന്ത് പോസിറ്റീവ് ന്യൂസിനെ എംബ്രേസ് ചെയ്ത് മുന്നോട്ട് പോകുക എന്നുള്ളതാണ്. പിന്നെ ഈ നാഷണൽ എക്കണോമിക് അഡ്വൈസർ ടു ട്രംപ് മിസ്റ്റർ കെവിൻ ഹാസറ്റ് ഉണ്ട്. അപ്പോൾ കെവിൻ ഹാസറ്റ് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കാര്യമുണ്ട്. ഇത് അമേരിക്കൻ സ്റ്റോക്ക് മാർക്കറ്റിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഇന്റലിൽ ഒരു സ്റ്റേക്ക് എടുക്കുന്ന കാര്യം പറഞ്ഞല്ലോ ഗവൺമെൻറ് ഇന്റലിൽ ഒരു സ്റ്റേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അമേരിക്കൻ സ്റ്റേക്ക് ഇന്റലോ അല്ലെങ്കിൽ ചിപ്പ് മേക്കിംഗ് കമ്പനികളിലോ സ്റ്റേക്ക് എടുക്കാൻ ഉദ്ദേശിക്കുന്നു. അപ്പോൾ ഈ കെവിൻ ഹാസറ്റ് പറയുന്ന കാര്യം, ഞങ്ങൾ ഇന്റലിൻ്റെ ആ ഒരു സെറ്റപ്പിൽ ഇന്റലിലേക്ക് സ്റ്റേക്ക് എടുക്കുന്ന ഒരു സെറ്റപ്പ് മറ്റുള്ള കമ്പനികളിലും കൂടെ ഞങ്ങൾ ആലോചിക്കാൻ ചാൻസ് ഉണ്ട് എന്നുള്ളതാണ് പറഞ്ഞു വയ്ക്കുന്നത്. അത് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരു സൈഡിൽ കെവിൻ ഹാസറ്റ് പറയണത് ഇന്റൽ പോലെയുള്ള ഡീലുകൾ അമേരിക്കൻ ഗവൺമെൻറ് ചെയ്യും. അതായത് ഇന്റലിൽ അമേരിക്കൻ ഗവൺമെൻറ് സ്റ്റേക്ക് എടുക്കാനുള്ള ചാൻസ് മറ്റുള്ള കമ്പനികളിലും കൂടെ ഉണ്ടെന്നുള്ളത് പറഞ്ഞു വയ്ക്കുന്നത്. എന്നാൽ ഇന്റൽ ഇപ്പുറത്ത് പറയുന്നറിയോ, ട്രംപിൻ്റെ ഡീല് ശരിക്കും പറഞ്ഞാൽ ഷെയർ ഹോൾഡേഴ്സിന് റിസ്ക്കുമാണ്, ഇൻ്റർനാഷണൽ സെയിൽസിനെയും അത് അഫക്റ്റ് ചെയ്യുമെന്ന് കൂടെ പറഞ്ഞിരിക്കുന്നു. ഇന്റലിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് അങ്ങനെയാണ് വന്നത്. കാര്യം എന്നറിയോ, ഇതെന്താണ് അവിടെ നടക്കണമെന്നറിയോ, അതായത് ഈ ട്രംപ് അഡ്മിനിസ്ട്രേഷൻ ഇന്റലിലേക്ക് 9.9% സ്റ്റേക്ക് എടുക്കാൻ പോകണം. 9.9% സ്റ്റേക്ക് എന്ന് പറയുമ്പോൾ $20 20.47 പെർ ഷെയറിനാണ് ഇന്റലിൻ്റെ സ്റ്റേക്ക് എടുക്കാൻ പോകുന്നത്. അതായത് 9.9% സ്റ്റേക്ക് അറ്റ് $20 20.47 പെർ ഷെയർ. ഈ 20.47 പെർ ഷെയർ എന്ന് പറഞ്ഞാൽ മാർക്കറ്റ് പ്രൈസിനേക്കാളും 4% ഡിസ്കൗണ്ടിലാണ് US ഗവൺമെൻറ് സ്റ്റേക്ക് എടുക്കുന്നത്. ബട്ട് ഈ സ്റ്റേക്ക് എടുക്കാൻ US ഗവൺമെൻറ് പൈസ കൊടുക്കുന്നില്ല. എന്താണെന്ന് വെച്ചാൽ ഈ ചിപ്സിനൊക്കെ വേണ്ടിയിട്ട് അമേരിക്ക ഗ്രാൻഡ് കൊടുക്കുന്നുണ്ട്, ഇന്റൽ പോലുള്ള കമ്പനി. അതിനെ കൺവേർട്ട് ചെയ്ത് ആ ഗ്രാൻഡ് കൊടുക്കുന്ന പൈസ കൺവേർട്ട് ചെയ്ത് സ്റ്റേക്ക് ആയിട്ട് എടുക്കണം എന്നുള്ള രീതിയിലാണ് അതിൻ്റെ അറേഞ്ച്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ സ്റ്റേക്ക് എടുക്കുന്നതോടുകൂടി ഇന്റലിൻ്റെ ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ ശരിക്കും പറഞ്ഞാൽ
US ഗവൺമെൻറ്റായി മാറും എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത. പക്ഷേ ഇത് സ്ട്രക്ചർ ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്നറിയോ? ഒരു പാസീവ് ഇൻവെസ്റ്റർ ആയിട്ടാണ്. ഒരു ആക്റ്റീവ് ഇൻവെസ്റ്റർ. പാസീവ് ഇൻവെസ്റ്റർ എന്ന് വെച്ചാൽ ബോർഡിൽ സ്ഥാനമില്ല, ഡേ ടു ഡേ അഫയേഴ്സിലൊന്നും ഇടപെടില്ല. ഇന്റൽ ബോർഡ് കുറച്ച് തൊണ്ടവേദന വന്നുപോയി. ഇന്റൽ ബോർഡ് എന്താണോ ഡിസിഷൻ എടുക്കുന്നത്, വോട്ട് ചെയ്യുന്നത്, അതിൻ്റെ കൂടെ നിന്ന് അമേരിക്കൻ ഗവൺമെൻറ് വോട്ട് ചെയ്യും. അതാണ് ഈ പാസീവ് ആയിട്ടുള്ള ഷെയർ ഹോൾഡിംഗ് സ്ട്രക്ചർ എന്ന് പറയുന്നത്. പക്ഷേ സർട്ടൺ കണ്ടീഷൻസിൽ ഇന്റലിൻ്റെ ബോർഡിനെക്കാളിലും ഡിഫറൻ്റ് ആയിട്ട് നിന്ന് വോട്ട് ചെയ്യാം എന്നുള്ളത് അതിനകത്ത് ചെറിയ റിസ്ക് ആണെന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇത് എന്തുകൊണ്ടാണ് ഇന്റൽ പറയുന്നതെന്നറിയോ? അതായത് ഞങ്ങളുടെ ഷെയർ ഹോൾഡേഴ്സിനും റിസ്ക് ആണ്, ഇന്റർനാഷണൽ സെയിൽസിനും റിസ്ക് ആണെന്ന് പറയാൻ കാര്യം വെച്ചാൽ ഇന്റർനാഷണൽ സെയിൽസിനെ കുറിച്ച് ഞാൻ ആദ്യം പറയാം. ഈ ഇന്റലിൻ്റെ 76% റവന്യൂ പുറം രാജ്യങ്ങളിൽ നിന്നാണ് വരുന്നത്. ഈ പുറം രാജ്യങ്ങൾ, ഇന്റൽ എന്ന് പറയുന്നത് ചിപ്സ് ആണല്ലോ, നമുക്കറിയാലോ. ഇന്റൽ ഇൻസൈഡ് എന്നാണ് അവർ അഡ്വർടൈസ്മെൻറ്റ് പറയുന്നത്, അഡ്വർടൈസ്മെൻറ്റിൻ്റെ ടാഗ് ലൈൻ. അപ്പോൾ ഇത് ശരിക്കും പറഞ്ഞാൽ കൂടുതൽ എന്താ പറയുക, നമ്മളൊരു ഫോറിൻ കൺട്രിയിൽ നിന്ന് 76% സെയിൽസ് കിട്ടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരുപാട് ഫോറിൻ ഇൻ്റർനാഷണൽ റൂൾസ് ഉണ്ട്. അപ്പം നമ്മുടെ കമ്പനിക്ക്, അതായത് ഇന്റൽ കമ്പനിക്ക് ഷെയർ ഹോൾഡറായിട്ട് ഗവൺമെൻറ് നിൽക്കുകയാണെങ്കിൽ ഒരുപാട് റെഗുലേഷനിൽ ഒരുപാട് കോംപ്ലക്സിറ്റീസ് വന്ന് കയറാം എന്നുള്ളത് ഒരു കാര്യം. രണ്ടാമത്, ഇന്റലിൻ്റെ പ്രോഡക്ട്സ് ഒരുപാട് രാജ്യങ്ങളിലെ ഗവൺമെൻറ് കൊടുക്കുമല്ലോ. ഗവൺമെൻറ്റിൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചറിന് വേണ്ടിയിട്ട് ഇന്റലിൻ്റെ ചിപ്സും പ്രോസസ്സസും ഒക്കെ കൊടുക്കുമല്ലോ. പക്ഷേ അങ്ങനത്തെ ഒരു കമ്പനിയിൽ US ഗവൺമെൻറ് ഹോൾഡിംഗ് ഉണ്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ പല ഗവൺമെൻറ് സമ്മതിക്കില്ല. കാര്യം അവരുടെ നാഷണൽ സെക്യൂരിറ്റി ത്രെട്ട് ആണെന്ന് വിചാരിച്ചേക്കാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ശരിക്കും പറഞ്ഞാൽ, അതായത് ഫോറിൻ റെഗുലേഷൻസും പ്രൈവസി ആൻഡ് നാഷണൽ സെക്യൂരിറ്റി ഇഷ്യൂസിൽ ഇന്റലിൻ്റെ ഇൻ്റർനാഷണൽ സെയിൽസിനെ അഫക്റ്റ് ചെയ്തേക്കാം എന്നുള്ള രീതിയിലാണ് ഇന്റൽ പറയുന്നത്. പിന്നെ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലി അല്ല എന്ന് പറയാൻ കാര്യം എന്ന് വെച്ചാൽ, തീർച്ചയായിട്ടും ഗവൺമെൻറ്റിന് വേണ്ടിയിട്ട് അഡീഷണൽ ഷെയർ ഇഷ്യൂ ചെയ്യുമ്പോൾ ഇക്വിറ്റി ഡൈലൂഷൻ വരും. ഇക്വിറ്റി ഡൈലൂഷൻ വരുമ്പോൾ ഷെയർ ഹോൾഡർ വാല്യൂ നശിക്കും, അതല്ലേ? അതായത് നമ്മൾ പണ്ടും പറഞ്ഞിട്ടുണ്ട്, ഈ പറയുന്ന ആക്ടിവിറ്റീസൊക്കെ ശരിക്കും പറഞ്ഞാൽ നമ്പർ ഓഫ് ഷെയർസ് ഇൻ എ കമ്പനി ഇൻക്രീസ് ചെയ്യും, എന്നാൽ പ്രോഫിറ്റിൽ മാറ്റം വരുന്നില്ല. നമ്മൾ വീണ്ടും പറഞ്ഞു, 100 രൂപ പ്രോഫിറ്റ് ഉണ്ടാക്കുന്ന കമ്പനി തുടക്കത്തിൽ 10 ഷെയർ ഹോൾഡറേ ഉള്ളെങ്കിൽ നമ്മളൊരു ഹൈപ്പോത്തറ്റിക്കലി നോക്കുകയാണെങ്കിൽ 10 ഷെയർ ഹോൾഡർ ഓരോരുത്തർക്കും 10 രൂപ വെച്ച് കിട്ടും 100 രൂപയുടെ പ്രോഫിറ്റ്. അതേസമയം പ്രോഫിറ്റ് 100 രൂപയിൽ തന്നെ നിൽക്കുന്നു. ഈ 10 ഷെയർ ഹോൾഡേഴ്സിന് വരും 100 ഷെയർ ഹോൾഡേഴ്സ് ആവണമെങ്കിൽ ഒരാൾക്ക് 1 രൂപ വെച്ച് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇക്വിറ്റി ഡൈലൂഷൻ വരുന്നതോടെ ഷെയർ ഹോൾഡേഴ്സ് വാല്യൂ ഭയങ്കരമായിട്ട് ഇടിയും എന്നുള്ളത് രണ്ടാമത്തെ റീസണായിട്ട് പറയുന്നു. മൂന്നാമത്തെ കാര്യം പറയുന്നത് വെച്ചാൽ, ഞങ്ങൾക്ക് US ഗവൺമെൻറ് പോലെ തന്നെ പല ഏജൻസീസും ഞങ്ങൾക്ക് ഗ്രാൻഡ് തരുന്നുണ്ട്. ഇനി അവരെല്ലാം ഞങ്ങളുടെ കയ്യിൽ നിന്ന് ഇതേപോലെ ഗ്രാൻഡ് കൺവേർട്ട് ചെയ്ത് ഇക്വിറ്റി ആക്കണം എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് റിസ്ക് ആണ്. അപ്പോൾ ഇൻ ടോട്ടോ ഈ ഒരു ഡിസിഷൻ ഷെയർ ഹോൾഡർ ഫ്രണ്ട്ലിയും അല്ല, ഇൻ്റർനാഷണൽ സെയിൽസിനെയും അഫക്റ്റ് ചെയ്യും എന്നുള്ളതാണ്. വേറൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ന്യൂസ് US മാർക്കറ്റിൽ വന്നേക്കണേ, മസ്ക് ആപ്പിളിന് അഗെയിൻസ്റ്റും ഓപ്പൺ AI, നമ്മുടെ ChatGPTയുടെ ഓപ്പൺ AIക്ക് അഗെയിൻസ്റ്റ് ഒരു കേസാണ്. അതായത് ഈ ആപ്പിളിൻ്റെ ഈ ആപ്പിൾ ഫോൺസില്ലേ, ഫോൺസും ഐപാഡും വാച്ചും എയർപോഡ്സും മാക് കമ്പ്യൂട്ടേഴ്സും ആക്സസറീസും മാത്രമല്ല കേട്ടോ, ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ആപ്പിൾ മ്യൂസിക്കും ഐട്യൂൺസും ആപ്പ് സ്റ്റോറും ഒക്കെ ഇവരുടെ സെയിൽസിൻ്റെ ഒരു ഇമ്പോർട്ടൻറ്റ് പാർട്ടാണ്. കാര്യം ആപ്പ് സ്റ്റോറിൽ ആരൊക്കെ കൂടുതൽ ആപ്സ് ഡൗൺലോഡ് ചെയ്യണോ അതിൽ നിന്നൊരു റവന്യൂ കട്ടും കൂടെ ആപ്പിളിന് കിട്ടും. അപ്പോൾ ഈ ആപ്പിളിൻ്റെ പ്ലേ സ്റ്റോറിൽ എപ്പോഴും ടോപ്പ് റേറ്റഡ് ആപ്ലിക്കേഷൻസ് അല്ലെങ്കിൽ മസ്റ്റ് ഹാവ് 10 ആപ്ലിക്കേഷൻസ് ഒക്കെ പറഞ്ഞ് സ്ഥിരം കാണിക്കും. അതിനകത്ത് ഇവർ ഓപ്പൺ AI, അതായത് ChatGPTയെ മാത്രം ഫീച്ചർ ചെയ്തിട്ടുള്ളൂ. ഈ എലോൺ മസ്കിൻ്റെ ഈ X എന്ന് പറയുന്ന ആ പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, പഴയ ട്വിറ്റർ, അതും ടോപ്പ് റേറ്റഡ് ആപ്ലിക്കേഷൻസിലില്ല. അതുമാത്രമല്ല, ഇയാളുടെ തന്നെ എലോൺ മസ്കിൻ്റെ തന്നെ AI പ്ലാറ്റ്ഫോം ഉണ്ടല്ലോ, നമ്മൾ ഗ്രോക്ക്, അതിനെയും ലിസ്റ്റ് ചെയ്തിട്ടില്ല. അത് ശരിക്കും പറഞ്ഞൊരു ഒത്തുകളിയാണ് എന്നുള്ള രീതിയിൽ ഒരു കേസ് കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാവുന്നത്. പിന്നെ ഒരു ഗ്ലോബൽ മാർക്കറ്റിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഇന്നലെ പ്യൂമ, നമ്മുടെ പ്യൂമയിലെ നമ്മുടെ സ്പോർട്സ് ബ്രാൻഡ്, നമ്മുടെ ഷൂസും ടീഷർട്ട്സും സോക്സും ഒക്കെ ഉണ്ടാക്കുന്ന പ്യൂമ ബ്രാൻഡ് 16% ഇന്നലെ ഒരു ഷെയർ പ്രൈസിൽ ജമ്പ് ഉണ്ടായിട്ടുണ്ട്. കാര്യം ഈ പിനോൾട്ട് ഫാമിലി ഉണ്ട്. പിനോൾട്ട് ഫാമിലി എന്ന് എനിക്ക് തോന്നുന്നു 29.3% അങ്ങാണ്. അവരാണ് ലാർജസ്റ്റ് ഷെയർ ഹോൾഡർ പ്യൂമ. അവർ വിറ്റുമാറാൻ പോണു എന്നുള്ളൊരു ന്യൂസ് വന്നിരുന്നു. പോസിബിൾ ബയേഴ്സിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ആൻഡ സ്പോർട്സ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഈ സ്റ്റേക്ക്, ഈ പ്രൊമോട്ടറിന് പിനോൾട്ട് ഫാമിലിയുടെ സ്റ്റേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ടെന്നൊരു ന്യൂസ് വരുന്നു. ഈ ആൻഡ സ്പോർട്സ് എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട് കാണും, നമ്മുടെ പ്രേക്ഷകർക്ക് അറിയാം. ഈ ഫില എന്ന് പറയുന്ന ബ്രാൻഡ്, ഈ ഫ്രില ബ്രാൻഡിൻ്റെ ഓണറാണ് ആൻഡ സ്പോർട്സ് എന്ന് പറയുന്നത്. വേറൊരു കമ്പനി വന്നേക്കുന്നത് ലീനിങ് എന്ന് പറയുന്ന കമ്പനി എന്താണെന്ന് വെച്ചാൽ ഈ ബാഡ്മിൻ്റണിൽ വളരെ ഫേമസ് ആണ്. അതായത് ബാഡ്മിൻ്റൺ ഷൂസ്, ബാഡ്മിൻ്റൺ അറ്റയേഴ്സ്, ബാൻഡ്സ്, റാക്കറ്റ്സ്, ഗട്ട്സ്, അങ്ങനെയുള്ള എല്ലാ ഇതും ഉണ്ടാക്കുന്ന ലീനിങ് എന്ന് പറഞ്ഞാൽ യോണക്സ് എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ചലഞ്ചറാണ്. ഈ ലീനിങ്ങിൻ്റെ പ്രത്യേകം വെച്ചാൽ ലീനിങ്ങിൻ്റെ വലിയ ബ്രാൻഡ് അംബാസിഡർ ആയിരുന്നു മിസ്റ്റർ ലിൻഡാൻ എന്ന് പറഞ്ഞാൽ വൺ ഓഫ് ദ ഗ്രേറ്റസ്റ്റ് ലെജൻഡ്സ് ഇൻ ബാഡ്മിൻ്റൺ. അതായത് ഒരു 10 കൊല്ലം മുമ്പാക്കി ലിൻഡാനെ കളിച്ച് തോൽപ്പിക്കുക എന്ന് വെച്ചാൽ ഒരു അച്ചീവ്മെൻറ്റ് തന്നെ ആയിരുന്നു. അപ്പോൾ ആ ലിൻഡാൻ ബ്രാൻഡ് അംബാസിഡർ ആയിട്ടുള്ള കമ്പനിയാണ് ഈ പറയുന്നത് അല്ലെ ലീനിങ്.
ആരൊക്കെയോ പണ്ട് പറയേണ്ടായിരുന്നു ലിൻഡാൻ ഇൻഡയറക്റ്റ് ആയിട്ട് സ്റ്റേക്കും ഉണ്ടെന്ന് കൂടെ പറയുന്നത്. അപ്പോൾ ഈ ആൻട്രാ സ്പോർട്സും ലീനിങ്ങുമാണ് പ്യൂമ എടുക്കാൻ പോകുന്നതെന്നുള്ള ഒരു ന്യൂസാണ് കേൾക്കുന്നത്. പിന്നെ ഇന്ത്യൻ മാർക്കറ്റിലേക്ക് വരികയാണെങ്കിൽ ഈ പറയുന്ന പോലെ ഇന്നലെ ഈ US അഡ്മിനിസ്ട്രേഷൻ്റെ ഓർഡർ വരുന്നതിന് മുമ്പേ പ്രൈം മിനിസ്റ്ററിന് ഒരു സ്പീച്ച് ഉണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഇന്നലെ അഹമ്മദാബാദിൽ അദ്ദേഹം ഒരു ഗ്യാതറിങ്ങിൽ അദ്ദേഹം പറഞ്ഞു വെച്ചാൽ ഞങ്ങൾ ആരുടെയും പ്രഷറിന് വീഴാൻ പോകുന്നില്ല. വി ആർ കമ്മിറ്റഡ് to help and support our farmers. Dairy farmers as well as small business owners. ഞങ്ങൾ അത് എന്ത് വില കൊടുത്തും ഞങ്ങൾ അതിനെ പ്രൊട്ടക്റ്റ് ചെയ്യും. എന്തൊക്കെയാണോ ടാരിഫ് എന്ന് പറഞ്ഞില്ലെങ്കിലും എന്തൊക്കെയാണോ നമുക്ക് ചലഞ്ചസും പ്രഷേഴ്സ് ഉണ്ട് അത് നമുക്ക് സുഖമായിട്ട് ടൈഡ് ഓവർ ചെയ്യാനുള്ള പ്ലാൻ നമ്മുടെ കയ്യിലുണ്ടെന്നുള്ളൊരു കോൺഫിഡൻസ് നമ്മുടെ ഇന്ത്യൻ സിറ്റിസൺസിന് അദ്ദേഹം കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് എന്നറിയും. ഇന്നൊരു കീ മീറ്റിംഗ് ഉണ്ട്. ആ കീ മീറ്റിംഗ് പ്രൈം മിനിസ്റ്ററായിട്ട്, അതായത് കീ മിനിസ്ട്രിയുടെ മിനിസ്റ്റേഴ്സ് ഇന്ന് പ്രൈം മിനിസ്റ്ററായിട്ട് മീറ്റ് ചെയ്യുന്നുണ്ട്. എനിക്ക് കിട്ടിയ ഒരു ഇൻഫർമേഷൻ അനുസരിച്ച് 3 PM ആഫ്റ്റർനൂണിലാണ് ഇത് നടക്കുന്നത്. അത് കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഫെബ്രുവരി ബഡ്ജറ്റിലെ ഈ എന്താ പറയുക എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ എന്ന് പറഞ്ഞിട്ടൊരു അജണ്ട വെച്ചിട്ടുണ്ട്. ഈ എക്സ്പോർട്ട് പ്രൊമോഷൻ മിഷൻ്റെ ഒരു റിവ്യൂ ആയിരിക്കും. അതായത് ഈ എക്സ്പോർട്സിനെ എങ്ങനെ സഹായിക്കാം, എങ്ങനെ എക്സ്പോർട്ട് ഇൻസെൻറ്റീവ്സ് കൊടുക്കാം, എങ്ങനെ എക്സ്പോർട്ട് ഫിനാൻസിങ് ചെയ്യാം എന്നുള്ളതായിരിക്കാം അജണ്ട എന്നുള്ളതാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന കാര്യം. ഇതുവരെ അത് ബഡ്ജറ്റിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും സ്കീം ലോഞ്ച് ചെയ്തിട്ടില്ല. അപ്പോൾ അതൊന്ന് ഫാസ്റ്റ് ആക്കുന്നു എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. പിന്നെ GST കൗൺസിൽ മീറ്റിംഗ് നമ്മൾ ഇന്നലെയും പറഞ്ഞാണ്. അതായത് GST നമ്മൾ പ്രൈം മിനിസ്റ്റർ ഡിക്ലെയർ ചെയ്തല്ലോ ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ചിൽ ഒക്ടോബർ മുതൽ, അതായത് ദീപാവലി മുതലാണെന്ന് പറഞ്ഞപ്പോൾ ഇപ്പോൾ ആൾക്കാർ ആരും പോയി മേടിക്കുന്നില്ല. അതായത് ഇപ്പോൾ കാറൊക്കെ മേടിക്കാൻ പോകുന്നവർ പറയണേ ഒക്ടോബർ മുതൽ 28% കുറഞ്ഞ് 18 ആവുമല്ലോ. അപ്പോൾ 1 ലക്ഷം 1.5 ലക്ഷം 2 ലക്ഷം രൂപ കുറയുന്ന സാധനത്തിന് എപ്പോഴാണ് പോയി എന്തിനാണ് നേരത്തെ പോയി മേടിക്കണമെന്നുള്ളൊരു ഇഷ്യൂ ഉണ്ട്. അപ്പോൾ അത് കാരണം ഒരു കൺസംഷൻ പോസ്റ്റ്പോൺമെൻറ്റ് വന്നിട്ടുണ്ട്. അപ്പോൾ അത് വരാതിരിക്കാനാണെന്ന് തോന്നുന്നു 3-ാം തീയതി 4-ാം തീയതി സെപ്റ്റംബർ തന്നെ GST കൗൺസിലിൻ്റെ മീറ്റിംഗ് തുടങ്ങുന്നുണ്ട്. അത് കഴിഞ്ഞ് സ്റ്റേറ്റ്സിന് ഇതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ 15, 20, 30 ദിവസം വേണ്ടി വരും. എത്രയും പെട്ടെന്ന് ഫാസ്റ്റാക്കി ആ ഒരു ലാഗ് വരാതിരിക്കാൻ ആയിരിക്കാം ഈ പറയുന്നത്. എനിക്ക് തോന്നുന്നു FMCG സ്റ്റോക്സും ചിലപ്പോൾ ഓട്ടോമൊബൈൽ സ്റ്റോക്സ് നോക്കുകയാണെങ്കിൽ ചിലപ്പോൾ നെഗറ്റീവ് ആയിരിക്കും. കാര്യം എന്നറിയോ, ആൾക്കാർ പോസ്റ്റ്പോൺ ചെയ്യുകയാണെങ്കിൽ ഈ ക്വാർട്ടർ ചിലപ്പോൾ അവരുടെ റിസൾട്ട്സിൽ വാഷ് ഔട്ട് ആയേക്കാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു സ്റ്റോക്സിൽ നമ്മുടെ പ്രേക്ഷകരെ ശ്രദ്ധ വേണമെന്നുള്ള പറഞ്ഞു വയ്ക്കുന്നു. പിന്നെ ഫിച്ചിൻ്റെ റേറ്റിംഗ് വന്നു. കഴിഞ്ഞ ആഴ്ച S&Pയുടെ റേറ്റിംഗ് നമ്മൾ പറഞ്ഞു. S&Pയുടെ റേറ്റിംഗ് നമുക്ക് കിട്ടിയത് BBB മൈനസിൽ നിന്ന് മാറ്റി അപ്ഗ്രേഡ് ചെയ്ത് BBB ആണ്. എന്നാൽ ഫിച്ചിൻ്റെ BBB മൈനസ് മെയിൻറ്റെയിൻ ചെയ്തു എന്നുള്ള. അപ്പോൾ ഈ BBB മൈനസ് എന്ന് പറഞ്ഞാൽ ഈ പല ഗ്രേഡ്സ് ഉണ്ടല്ലോ, ആ ഗ്രേഡിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡാണ്. അപ്പോൾ BBB മൈനസ് എന്ന് പറഞ്ഞാൽ ഇൻവെസ്റ്റ്മെൻറ്റ് BBB മൈനസ് പ്ലസ് സ്റ്റേബിൾ ഔട്ട്ലുക്കാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിൻ്റെ കാറ്റഗറിയിൽ ഏറ്റവും താഴെ വരുന്ന ഗ്രേഡാണ് BBB മൈനസ്. അതായത് നമ്മളിപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡാണ്. ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രേഡിൻ്റെ താഴെ കിടക്കുന്ന റേറ്റിംഗ് ആണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് BBB മൈനസ് എന്നത്. നമ്മളിതിൻ്റെ അഡ്വാൻറ്റേജ് നമ്മൾ നേരത്തെ പറഞ്ഞു വെച്ചു. ഇന്ത്യയുടെ റേറ്റിംഗ് നന്നായിട്ട് നിൽക്കുന്നോറും കാര്യം നമ്മുടെ ഇന്ത്യൻ കമ്പനികൾക്ക്, നമ്മൾ ലിസ്റ്റഡ് കമ്പനികൾ മാത്രമേ നമ്മളിപ്പോൾ പറയുന്നുള്ളൂ. ലിസ്റ്റഡ് കമ്പനിക്ക് ഓൾറെഡി ഡെപ്റ്റ് എടുത്ത കമ്പനികളുണ്ട്. ഈ ഡെപ്റ്റ് എടുത്ത കമ്പനികൾക്ക് എക്സിസ്റ്റിംഗ് ഡെപ്റ്റിനെ റീഫിനാൻസ് ചെയ്യാം, ഇത് ക്ലോസ് ചെയ്യാം. എങ്ങനെ? പുതിയ ഒരു ഡെപ്റ്റ് പുറത്തുനിന്ന് എടുക്കുകയാണെങ്കിൽ പുറത്തുനിന്ന് ചീപ്പ് റേറ്റ് കിട്ടും. കാര്യം ഇന്ത്യയുടെ റേറ്റിംഗ് ഇൻക്രീസ് ചെയ്തു. ഇന്ത്യയുടെ ബാങ്കിങ്ങിൻ്റെ റേറ്റിംഗ്സും അപ്ഗ്രേഡ് ചെയ്തത് കാരണം നമുക്ക് കുറച്ചുകൂടി ചീപ്പർ ലോൺ റേറ്റ് നമുക്ക് കിട്ടും. 25 to 30 ബേസിസ് പോയിൻറ്റ്സ് കുറഞ്ഞു കിട്ടും. അപ്പം നമുക്ക് ഈ കോർപ്പറേറ്റ്സിന് പുറത്തുനിന്ന് പൈസ എടുത്ത് ചീപ്പർ റേറ്റ് എടുത്തിട്ട് കോസ്റ്റ്ലി ആയിട്ടുള്ള ഇന്ത്യൻ ലോൺ അടച്ചു തീർത്താൽ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയും. ഇനി അത് മാത്രമല്ല, പുതിയ കമ്പനിക്ക് എക്സ്പാൻഷൻ വേണം, പുതിയ ലോൺ വേണമെന്നുണ്ടെങ്കിൽ ഇന്ത്യൻ ബാങ്ക്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യം ആവശ്യമില്ല, പുറത്തുനിന്ന് എടുക്കാം. അങ്ങനെയാണെങ്കിൽ ബാങ്കിങ് സ്റ്റോക്ക്, ഇന്ത്യൻ ബാങ്കിങ് സ്റ്റോക്സിൽ എന്താവുന്നുള്ളത് കൂടെ നമ്മളൊന്ന് പറഞ്ഞു വെക്കണം എന്നുള്ള. അതായത് നമ്മൾ പറയില്ലേ, എന്താണ് നമ്മളിപ്പം ഒരു കമ്പനി റവന്യൂ ഉണ്ടാക്കുന്നു അല്ലേ, റവന്യൂന്ന് എക്സ്പെൻസസ് കഴിഞ്ഞിട്ടാണ് ഇബിറ്റ എന്ന് പറയുന്ന ഫിഗറിൽ പോകുന്നത്. അതായത് ഏർണിങ്സ് ബിഫോർ ഇൻട്രസ്റ്റ് ഡിപ്രീസിയേഷൻ ആൻഡ് ടാക്സസ്. അതിൽ TDA അല്ലെങ്കിൽ DTA, അതിൽ ഇൻട്രസ്റ്റിൻ്റെ കമ്പോണൻ്റ് ആണ് ഇത് അഫക്റ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇൻട്രസ്റ്റ് ഔട്ട് ഗോ കുറയും. അതായത് 10 രൂപ പലിശ അടച്ചുകൊണ്ടിരിക്കുന്ന സ്ഥലത്ത് ഇനി നമുക്ക് 6 രൂപയെ വരുള്ളൂ എന്നുണ്ടെങ്കിൽ ആ ഇൻട്രസ്റ്റിൻ്റെ കമ്പോണൻ്റ് ഔട്ട്ഫ്ലോ കുറയുമ്പോൾ ഇബിറ്റ ഇൻക്രീസ് ചെയ്യും. ഇബിറ്റ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? അതിൻ്റെ താഴെ കിടക്കുന്ന ഫിഗറായ നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്യും. നെറ്റ് പ്രോഫിറ്റ് ഇൻക്രീസ് ചെയ്താൽ അതിൻ്റെ താഴെ കിടക്കുന്ന ഫിഗർ എന്താ? EPS ഇൻക്രീസ് ചെയ്യും. EPS ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്ത് പറ്റും? സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. കാര്യം വെച്ചാൽ EPS മൾട്ടിപ്ലൈഡ് ബൈ PE എന്ന് പറയുന്നതാണ് മാർക്കറ്റ് പ്രൈസ്. അതിൽ മാർക്കറ്റ് പ്രൈസ് ഇങ്ങനെ നിൽക്കുന്നു, PE അങ്ങനെ നിൽക്കുന്നു. EPS ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ ആ സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. അപ്പോൾ EPS ഇൻക്രീസ് ചെയ്യുന്നതനുസരിച്ച് സ്റ്റോക്ക് പ്രൈസ് ഇൻക്രീസ് ചെയ്യും. ഒരു കോൺസ്റ്റൻറ്റ് PE മൾട്ടിപ്പിൾ. അതിൽ PEയും കൂടെ ഇൻക്രീസ് ചെയ്യണമെങ്കിൽ EPS മൈനസ് PE ലാർജർ മാർക്കറ്റ് പ്രൈസ് ഇൻക്രീസിലേക്ക് വരാനുള്ള ചാൻസ് ഉണ്ട്. ഇതാണ് അതിൻ്റെ മാത്തമാറ്റിക്കൽ കാൽക്കുലേഷൻ എന്നുള്ളത്. പിന്നെ ഒരു ബിസിനസ് ലൈൻ റിപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. അഡാനി ഗ്രൂപ്പ് ഐസ് മേജർ സ്റ്റേക്ക്
ഇൻ ദിഗ്വിജയ് സിമെൻറ്റ്. ദിഗ്വിജയ് സിമെൻറ്റിൽ ഒരു മേജർ സ്റ്റേക്ക് എടുക്കാൻ ചാൻസ് ഉണ്ടെന്ന് പറയുന്നു. അഡാനി സിമെൻറ്റിൽ ഭയങ്കരമായിട്ട് മുന്നോട്ട് പോയിരുന്നു. നമുക്കറിയാലോ, ഓറിയൻ സിമെൻറ്റ് മേടിച്ചു, പെന്ന സിമെൻറ്റ് മേടിച്ചു, സാങ്കി ഇൻഡസ്ട്രീസ് മേടിച്ചു, ഹോൾസിമിൻ്റെ സ്റ്റേക്ക് അംബുജയെന്നും ACC മേടിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ അഡാനി എന്ന് പറയുന്ന ഒരു ബ്രാൻഡിൽ സിമെൻറ്റ് എടുക്കാൻ ചാൻസ് ഉണ്ട്. ഒരുപാട് റീസ്ട്രക്ചറിങ് നടക്കുന്നു. സിമെൻറ്റ് മേഖലയിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കൺസോൾട്ടേഷൻ നടക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ലാർജർ പ്ലേയേഴ്സൊക്കെ ഒരു ഗ്രൂപ്പിലേക്ക് പോകുന്നു. മറ്റുള്ള സൈഡിൽ ബിർള ഏറ്റവും ലാർജസ്റ്റ് സിമെൻറ്റ് കമ്പനിയായിട്ട് നിൽക്കുന്നു, അതായത് അൾട്രാടെക് സിമെൻറ്റ്. അപ്പോൾ അങ്ങനത്തെ രീതിയിലേക്ക് സിമെൻറ്റ് കൺസോൾട്ടേറ്റ് ചെയ്യുന്നുള്ള നിഫ്റ്റി നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു അപ്വേർഡ് റെസിസ്റ്റൻസ് 25,153, ഡൗൺവേർഡ് സപ്പോർട്ട് 24,702. 2-3 സ്റ്റോക്കിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം പറയാം. ഈ RPG ഗ്രൂപ്പിൽ ആനന്ദ് ഗോയങ്ക ഒരു ചെറുപ്പക്കാരാണ്. ഈ ഗോയങ്ക എന്ന് പറയുന്നത് അത്ര വലിയ നല്ല ഫാമിലി, RPG അതുണ്ടല്ലോ, അതായത് RP ഗോയങ്ക ഫാമിലി അത്ര അപ്രൈറ്റ് പ്രൊമോട്ടേഴ്സൊന്നുമല്ല. പക്ഷേ ഈ കമ്പനിയുടെ ഇന്നലത്തെ ആനന്ദ് ഗോയങ്ക എന്ന് പറഞ്ഞൊരു യങ്സ്റ്ററാണ് ഫാമിലിയിൽ. അദ്ദേഹം എനിക്കൊന്ന് വൈസ് ചെയർമാൻ RPG ഗ്രൂപ്പാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് വെച്ചാൽ അദ്ദേഹം ഒരു അഗ്രസീവ് എക്സ്പാൻഷൻ ഗ്രൂപ്പ് കമ്പനീസിന് പ്ലാൻ ചെയ്തിരിക്കുന്നു. അതായത് CET ഇവരുടെ കമ്പനിയാണ്. CETനെ ഒരു ഗ്ലോബൽ ടയർ മാനുഫാക്ചറാക്കി മാറ്റാൻ പോകുന്നു എന്ന് ഒരു സൈഡിൽ പറയുന്നു. രണ്ടാമത് RPG ലൈഫ് സയൻസ് എന്നൊരു ഫാർമ കമ്പനിയാണ്. ഫാർമയിൽ ഒരുപാട് ഓപ്പർച്യൂണിറ്റി ഉണ്ട്. അവിടെ RPG ലൈഫ് സയൻസ് ഇമ്പോർട്ടൻറ്റ് പ്ലെയറായി മാറും എന്ന് പറയുന്നു. പക്ഷേ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഞാൻ കണ്ടൊരു കാര്യം എന്ന് വെച്ചാൽ ഈ RPGയുടെ ഗ്രൂപ്പ് കമ്പനിയാണ് ലിസ്റ്റഡ് ആയിട്ടുള്ള KEC ഇൻ്റർനാഷണൽ. നമ്മൾ കേട്ടാണ്. അപ്പോൾ അതിനെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞു വെച്ചാൽ L&T കഴിഞ്ഞ് കഴിഞ്ഞാൽ EPC കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ പ്ലേയിൽ L&T കഴിഞ്ഞാൽ സെക്കൻഡ് ബെസ്റ്റ് കമ്പനിയാക്കി ഞങ്ങൾ KECയെ മാറ്റും. അതായത് ഞങ്ങൾ പഴയ ട്രഡീഷണൽ EPCയിൽ മാത്രമല്ല, ഞങ്ങൾ സെമി കണ്ടക്ടർ ഫാക്ടറി ബിൽഡ് ചെയ്ത് തുടങ്ങി. ഞങ്ങൾ ഡേറ്റാ സെൻറ്ററിൽ കയറുന്നു, എയർപോർട്ടിന് കയറുന്നു, മെട്രോയിലൊക്കെ കയറുന്നു. ഞങ്ങളൊരു സ്മാർട്ട് കമ്പനിയായിട്ട് മാറാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞാൽ വളരെ ഇമ്പോർട്ടൻ്റ്. അപ്പോൾ KEC ഇൻ്റർനാഷണൽ ഒന്ന് വാച്ച് ഔട്ട് ചെയ്യുക. അതിൻ്റെ മാർക്കറ്റ് പ്രൈസ് 825 രൂപയാണ്. 52 വീക്ക് ഹൈ 1300 രൂപ, 313 രൂപ വരെ പോയ സ്റ്റോക്കാണ്. 52 വീക്കിൽ 605 ആയിരുന്നു, ഇപ്പോൾ 825 ട്രേഡ് ചെയ്യണേ. മാർക്കറ്റ് ക്യാപ്പ് 21,900 ക്രോസ് ആണ് മാർക്കറ്റ് ക്യാപ്പ്. അതിന് ഏതാണ്ട് 5,300 കോടിയുടെ ഡെപ്റ്റ് ഉണ്ടെന്നുള്ള വേറെ കാര്യം. വലിയ ക്ലീൻ മാനേജ്മെന്റ് ഒന്നുമല്ല, ഇത് സ്റ്റോക്ക് ഐഡിയ ഒന്നുമല്ല, ഞാൻ ജസ്റ്റ് പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഒന്ന് നോക്കുകയാണെങ്കിൽ പ്രോട്ടിയാൻ ഈ ഗവൺമെന്റ് നമ്മൾ 2 ആഴ്ച മുമ്പേ ഒന്ന് വാച്ച് ചെയ്യണം. അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ വന്നു പോയി എന്ന് നമ്മൾ പറഞ്ഞിരുന്നു. 10% കൂടുതൽ അപ്പാണ്. ഒരു പുതിയ ഓർഡർ കിട്ടി, 1,600 കോടിയുടെ ഓർഡർ UIDAIന്ന് കിട്ടി. അതായത് എനിക്ക് തോന്നുന്നു 182 ജനസേവ കേന്ദ്രങ്ങൾ ഓൾ ഇന്ത്യ ലെവലിൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ പറഞ്ഞു അതിനകത്ത് ലാർജ് ഇൻവെസ്റ്റേഴ്സ് കയറിയതായിട്ട് നമ്മൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അപ്പം നമ്മൾ പറഞ്ഞു അതിനകത്തൊരു മൂവ്മെന്റും അതിന്റെ ഗതിയും കണ്ടിട്ട് എന്തോ ഒരു സംഭവം നടക്കാനുണ്ട്, അതിന്റെ നെഗറ്റീവ്സ് ഒക്കെ വന്നു എന്നും കൂടെ നമ്മൾ പറഞ്ഞു വെച്ചിരുന്നു എന്നുള്ള. അതായത് പ്രോട്ടിയൻ ഈ ഗവർണൻസ് കയറിയിൽ വലിയ സന്തോഷം. പിന്നെ ഒരു കാര്യം കൂടെ, ലാസ്റ്റ് ഒരു സ്റ്റേറ്റ്മെന്റ്, ഈ MSCI എമർജിംഗ് മാർക്കറ്റ് ഇൻഡെക്സ് ഉണ്ടല്ലോ, ഈ MSCI നോക്കിയിട്ടാണല്ലോ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻവെസ്റ്റേഴ്സ് ബൈ ചെയ്യുന്നത്. MSCI എമർജിംഗ് മാർക്കറ്റ്സും MICI ഇന്ത്യ ഇൻഡെക്സും കൂടി കമ്പയർ ചെയ്യുമ്പോൾ ശരിക്കും പറഞ്ഞാൽ നമ്മുടെ MSCI ഇന്ത്യ ഇൻഡെക്സ് MSCI എമർജിംഗ് മാർക്കറ്റിനെക്കാട്ടിലും മിഡ് ഏപ്രിൽ മുതൽ 18% അണ്ടർ പെർഫോമറാണ്. അതായത് നമ്മൾ ഒരു കൊല്ലമായിട്ട് 24% അണ്ടർ പെർഫോമറാണ് അതർ എമർജിംഗ് മാർക്കറ്റ്സ് വെച്ച് നോക്കുമ്പോൾ എന്നുള്ളത്. അതായത് ഇന്ത്യൻ മാർക്കറ്റിൽ ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഓണർഷിപ്പിൻ്റെ ഹോൾഡിംഗ്, FISൻ്റെ ഹോൾഡിംഗ് 15-year ലോ ആണ് എന്നുള്ളതാണ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ലാസ്റ്റ് 5 കൊല്ലമായിട്ട് ശരിക്കും പറഞ്ഞാൽ എല്ലാ ദിവസവും ബൈയും സെല്ലിങ്ങും ഒക്കെ ഇവർ ചെയ്യുമല്ലോ. നെറ്റ് നോക്കുകയാണെങ്കിൽ ഇവർ സെല്ലേഴ്സ് ആണെന്നുള്ളത്. ലാസ്റ്റ് 5 കൊല്ലം നെറ്റ് 0 ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആണ് അവർ ചെയ്തതെന്നുള്ളതാണ് അതിനകത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് കാര്യം. ഈ കൊല്ലം തന്നെ നോക്കുകയാണെങ്കിൽ 13 ബില്യൺ നെഗറ്റീവാണ് FII ഇൻഫ്ലോ എന്നുള്ളതാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് FIIയുടെ ലിസ്റ്റിൽ ഇന്ത്യ കൺസെൻസസ് സെല്ലാണ്, അതായത് അണ്ടർ വെയ്റ്റ് എന്ന് പറയുന്ന കാറ്റഗറിയിലാണ് ഇന്ത്യ കിടക്കുന്നതെന്നുള്ള. കൊറിയയും ടായ്വാനും ജപ്പാനും ചൈനയൊക്കെയാണ് ബെറ്റർ പെർഫോമൻസ്. അതായത് ഇന്ത്യയിൽ നിന്ന് പൈസ അങ്ങോട്ടേക്ക് പോയി എന്നുള്ളതാണ്. ഇത് തന്നെയാണ് ഇന്ത്യയുടെ പോസിറ്റീവ് എന്നുള്ളതാണ്. അതായത് MSCI ഇന്ത്യ ഇൻഡെക്സ് ലാസ്റ്റ് 15 കൊല്ലമായിട്ട് അണ്ടർ പെർഫോമറാണ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യൻ മാർക്കറ്റ് വലിയൊരു റാലിക്ക് വേണ്ടി തയ്യാറെടുത്തിരിക്കുകയാണെന്നാണ് ഡേറ്റ ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. അത് ഇന്നാണോ നാളെയാണോ അടുത്ത മാസമാണോ അടുത്ത ആഴ്ചയാണോ 3 മാസം കഴിഞ്ഞാൽ 6 മാസം കഴിഞ്ഞാൽ 1 കൊല്ലം കഴിഞ്ഞാണോ നമുക്കറിയില്ല. ടൈം കറക്ഷൻ നടക്കുന്നുണ്ട്. ഏതായാലും ഇവിടുന്ന് ഒരു പുൾ ബാക്ക് ഉണ്ടാവാനുള്ള ചാൻസസ് വളരെ ഹൈ ആണ്. എപ്പോഴാണ് നമുക്കറിയില്ല. അപ്പോൾ ഈ ഒരു ഓപ്പണിംഗ് സ്റ്റേറ്റ്മെന്റോട് കൂടി നമുക്കിനി ലൈവിനായിട്ട് ഇപ്പോൾ നിഖിൽ റെഡിയാണ് റിസർച്ച് ഡെസ്കിൽ നിന്നും. ഗുഡ് മോർണിംഗ് നിഖിൽ. ഗുഡ് മോർണിംഗ് ജാസ്മിൻ. നിഖിൽ, ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആയിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോഴും 177 പോയിന്റുകളുടെ ഒരു ഇടിവ് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പ്രധാനപ്പെട്ട ഇൻഡെക്സുകളിലൊക്കെ തന്നെ ഒരു സെല്ലിംഗ് പ്രഷർ കാണുന്നുണ്ട്. എന്തൊക്കെയാണ് അപ്ഡേറ്റ്സ്?
ജാസ്മിൻ സൂചിപ്പിച്ചതുപോലെ തന്നെ നിഫ്റ്റിയെ സംബന്ധിച്ചിടത്തോളം, നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ചിടത്തോളം ഒക്കെ പരിശോധിക്കുകയാണെങ്കിൽ തന്നെ ഒരു ഇടിവാണുള്ളത്. ഇതിൽ തന്നെ നിഫ്റ്റി 50 പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 0.25%ഉള്ളൊരു ഇടിവ് നേരിട്ടുകൊണ്ട് 24,792 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിൽ വെറും 4 ഓഹരികൾക്ക് മാത്രമാണ് നിഫ്റ്റി 50യിൽ നിന്നൊരു നേട്ടം കാഴ്ചവെക്കാൻ വേണ്ടി സാധിക്കുന്നത്. നിഫ്റ്റി ബാങ്ക് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% ഒരു ഇടിവ് നിഫ്റ്റി ബാങ്കിങ് സൂചികയിൽ ഉണ്ടാകുന്നു. ഏകദേശം 560 പോയിന്റുകളുടെ ഒരു നഷ്ടം രേഖപ്പെടുത്തിക്കൊണ്ട് 54,577 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ബാങ്കിലും ട്രേഡിംഗ് നടക്കുന്നത്. അഡ്വാൻസ് ആൻഡ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിക്കുകയാണെങ്കിലും നിഫ്റ്റി ബാങ്കിങ് കമ്പനികളിലും കാര്യമായിട്ടുള്ള ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് ഓഹരികൾക്ക് സാധിക്കുന്നില്ല. 2-3 ഓഹരികൾ മാത്രം ഇടയ്ക്ക് ഒരു നേട്ടം രേഖപ്പെടുത്തുന്നത് മാറ്റി നിർത്തിയിട്ടുണ്ടെങ്കിൽ ബാക്കിയുള്ള കമ്പനികളൊക്കെ തന്നെ നിലവിൽ ഇപ്പോൾ നിഫ്റ്റി ബാങ്കിൽ നിന്നും ഒരു ഇടിവിലാണുള്ളത്. നിഫ്റ്റി 50യിലേക്ക് തന്നെ മടങ്ങി വരികയാണെങ്കിൽ നിഫ്റ്റി 50യിൽ ഇപ്പോഴൊരു മികച്ച ഒരു പ്രകടനം നടത്താൻ വേണ്ടി സാധിക്കുന്ന ആകെ FMCG ഓഹരിയായിട്ടുള്ള നെസ്ലെ ഇന്ത്യയുടെ ഓഹരികൾക്കാണ്. ഏകദേശം 1.25% ഒരു നേട്ടം നെസ്ലെ ഇന്ത്യയുടെ ഭാഗത്ത് നിന്നുണ്ടാകുന്നു. ഏഷ്യ മോട്ടോഴ്സ് പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം 1% നേട്ടം, ഹിന്ദുസ്ഥാൻ യൂണിലിവറിനും ഏകദേശം 1% ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുമ്പോൾ ഫാർമ കമ്പനിയായിട്ടുള്ള സൺഫാർമയെ സംബന്ധിച്ചിടത്തോളമാണ് വലിയ രീതിയിലുള്ള ഒരു ഇടിവുണ്ടാകുന്നത്. ഏകദേശം 2.25% മുകളിൽ 2.5% ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഒരു ഇടിവിലേക്ക് സൺഫാർമ ഇപ്പോൾ പതിച്ചിരിക്കുന്നു. കൂടാതെ ഡോക്ടർ റെഡ്ഡീസിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.5% മുകളിലുള്ളൊരു ഇടിവ് ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസിൻ്റെ ഓഹരിയിലുണ്ടാകുന്നു. ശ്രീറാം ഫിനാൻസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1.25% ഒരു ഇടിവാണ് ശ്രീറാം ഫിനാൻസും രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ടാറ്റ സ്റ്റീൽ പരിശോധിക്കുമ്പോൾ 1%, അഡാനി എൻ്റർപ്രൈസസ് പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ള ഒരു ഇടിവ് രേഖപ്പെടുന്നു. സെക്ടേഴ്സിൻ്റെ ഒരു പ്രകടനം നോക്കുകയാണെങ്കിൽ നിഫ്റ്റി FMCGക്ക് മാത്രമാണ് ഒരു നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്. ഏകദേശം 0.25% മുകളിലുള്ളൊരു നേട്ടം നിലവിൽ നിഫ്റ്റി FMCG സൂചികയെ സംബന്ധിച്ചിടത്തോളം നിലവിൽ ഇപ്പോൾ കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. ഏകദേശം 55,888 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി FMCGയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഇതിൽ തന്നെ ബ്രിട്ടാനിയയുടെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിൽ ബ്രിട്ടാനിയ ഇൻഡസ്ട്രീസിൻ്റെ ഓഹരികൾ ഏകദേശം 2.5% ഒരു നേട്ടം രേഖപ്പെടുന്നു. നെസ്ലെ ഇന്ത്യ 1.25%, കോൾഗേറ്റ് പാമോലിവിൻ്റെ ഓഹരികൾ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1% മുകളിലുള്ളൊരു നേട്ടമുണ്ടാകുന്നു. ഡാബർ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഏകദേശം 0.5% മുകളിൽ ഓൾമോസ്റ്റ് ഒരു 3/4% എന്നുള്ളൊരു രീതിയിലുള്ളൊരു നേട്ടമാണുള്ളത്. കൂടാതെ ബൽറാംപൂർ ചീനി മിൽസിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ പരിശോധിക്കുമ്പോൾ ഏകദേശം 2.25% ഇടിവുണ്ടാകുന്നു. റാഡിക്കോ കേത്താൻ 2%, വരുൺ ബെവറേജസിൻ്റെ ഓഹരികൾ ഏകദേശം 1.25% ഒരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ട് ഇരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഒരു ഇടിവ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടി കഴിയുന്ന ഒരു സൂചിക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫാമ സൂചിക തന്നെയായിരുന്നു. ഏകദേശം 1.5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 22,043 എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് നിഫ്റ്റി ഫാർമയെ സംബന്ധിച്ചിടത്തോളം ഒരു ട്രേഡിംഗ് നടക്കുന്നത്. ഫാർമ കമ്പനികൾ നോക്കുകയാണെങ്കിലും സൈഡസ് ലൈഫ് സയൻസിൻ്റെയും മറ്റൊക്കെ ഓഹരികൾ ഏകദേശം 3.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുന്നു. ലുപ്പിൻ ഓഹരികൾ 2%, ലോറസ് ലാബ്സ് 1.25% മുകളിലുള്ളൊരു ഇടിവ് രേഖപ്പെടുത്തുമ്പോൾ ഇന്നിപ്പോൾ ഗ്രാനുലാസ് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പരിശോധിക്കുകയാണെങ്കിൽ ഏകദേശം ഒരു 2.5% മുകളിലുള്ളൊരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കാൻ വേണ്ടിയിട്ട് നിലവിൽ ഇപ്പോൾ ഗ്രാനുലാസ് ഇന്ത്യക്ക് സാധിക്കുന്നു എന്നൊരു കാര്യം കൂടിയാണ് നിലവിൽ ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ടും സാധിക്കുന്നത്. സെക്ടേഴ്സിലേക്ക് തന്നെ മടങ്ങിയെത്തുകയാണെങ്കിൽ നിലവിലിപ്പോൾ നിഫ്റ്റി FMCG സൂചിയൊഴികെ മറ്റുള്ള ഒരു സൂചിക്കും നിലവിലിപ്പോൾ നേട്ടം രേഖപ്പെടുത്താൻ വേണ്ടി സാധിക്കുന്നില്ല. ഫൈനാൻഷ്യൽ സർവീസസ് അടക്കമുള്ള സൂചികൾ ഏകദേശം 1% മുകളിലേക്കുള്ള ഒരു ഇടിവിലേക്ക് പതിച്ചിരിക്കുന്നു. ഇൻഫ്രാസ്ട്രക്ചർ പരിശോധിക്കുകയാണെങ്കിലും ഏകദേശം 1%-ഓളമുള്ളൊരു ഇടിവുമാണ് നിലവിൽ ഇപ്പോൾ സൂചികളുടെ ഭാഗത്ത് നിന്നും ഇപ്പോൾ കാണാൻ വേണ്ടിയിട്ട് സാധിക്കുന്നു. അങ്ങനെ ഒരു പോസിറ്റിവിറ്റി സൂചികളുടെ ഭാഗത്ത് നിന്നും നിലവിലിപ്പോൾ ഉണ്ടാകുന്നില്ല. അടുത്തതായിട്ടൊരു ബ്രോക്കറേജ് റിപ്പോർട്ടിലേക്ക് കടക്കുകയാണെങ്കിൽ നിലവിലിപ്പോൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ബേൺസ്റ്റീൻ നൽകിയിരിക്കുന്ന ഒരു ബ്രോക്കറേജ് റിപ്പോർട്ടാണ് പങ്കുവയ്ക്കാനായിട്ടുള്ളത്. ഒരു ഔട്ട് പെർഫോമൻസ് റേറ്റിംഗ് ആണ് നിലവിൽ ഇപ്പോൾ ടൈറ്റന് ബേൺസ്റ്റൈൻ ഇപ്പോൾ നൽകിയിരിക്കുന്നത്. ഒരു ടാർഗറ്റ് പ്രൈസ് ആയിട്ട് പറഞ്ഞിരിക്കുന്നത് 4,200 രൂപയുടെ ഒരു ടാർഗറ്റ് പ്രൈസാണ് പറഞ്ഞിരിക്കുന്നത്. നിലവിലെ ഒരു ട്രേഡിംഗ് പരിശോധിക്കുകയാണെങ്കിൽ 3,638 രൂപ എന്ന് പറഞ്ഞൊരു നിരക്കിലാണ് ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. കമ്പനിയെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഇന്ത്യയിലും മറ്റൊക്കെ ഇപ്പോഴൊരു ഫോർമലൈസ്ഡ് ആയിട്ടുള്ള ഒരു പ്രൊഡക്റ്റിനും മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഒരു ഡിമാൻഡും മറ്റൊക്കെ വരുന്നു. അതായത് ബ്രാൻഡഡ് ആയിട്ടുള്ള കാര്യങ്ങൾക്ക് മറ്റൊക്കെ വലിയ രീതിയിലുള്ള ഒരു ബൈയിങ് ഇൻട്രസ്റ്റും മറ്റൊക്കെ കടന്നു വരുന്നത് നിലവിലിപ്പോൾ ടൈറ്റനെ സംബന്ധിച്ചിടത്തോളം വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ടാണ് ബേൺസ്റ്റൈൻ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ കമ്പനിയുടെ ഒരു റെക്കോർഡും മറ്റൊക്കെ പരിശോധിക്കുകയാണെങ്കിൽ 2 ഡെക്കേഡ്സ് ആയിട്ട് മറ്റൊക്കെ ഏകദേശം ഒരു 23% ഒരു EPS CAGR ഗ്രോത്ത് റേറ്റും മറ്റൊക്കെ കമ്പനിക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി സാധിച്ചതും വളരെ പോസിറ്റീവായിട്ട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ ബേൺസ്റ്റൈൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചിരിക്കുന്നത്. കൂടാതെ മറ്റ് ചില പ്രശ്നങ്ങളും മറ്റൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കമ്പനിയുടെ നിലവിലെ ഒരു PE മറ്റൊന്ന് നോക്കുകയാണെങ്കിൽ 5 വർഷത്തെ ഏറ്റവും കുറഞ്ഞ ഒരു PE-യിലും മറ്റൊക്കെയാണ് ടൈറ്റനിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇങ്ങനെ ഒരു പോസിറ്റീവ് വ്യൂ ആണ് നിലവിൽ ഇപ്പോൾ ബേൺസ്റ്റൈൻ ടൈറ്റനെ കുറിച്ച് ഇപ്പോൾ പങ്കുവച്ചിരിക്കുന്നത്. തിരിച്ച് വിപണിയിലേക്ക് തന്നെ വരികയാണെങ്കിൽ നിഫ്റ്റി
നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഓൾമോസ്റ്റ് ഒരു 0.25% ഒരു ഇടിവുണ്ടാകുന്നു. നിഫ്റ്റി ബാങ്ക് 1% ഇടിവും ഇപ്പോൾ കാഴ്ചവെക്കുന്നു. ജാസ്മിൻ. യെസ്, ഏതായാലും നമുക്കിനി മാർക്കറ്റിന്റെ ഒരു ടെക്നിക്കൽ ഔട്ട്ലുക്കിലേക്ക് കിടക്കാം. അതിനായിട്ട് ഇൻ ഹൗസ് എക്സ്പേർട്ട് പ്രദീപ് ചന്ദ്രശേഖരൻ സാറാണ് ജോയിൻ ചെയ്യുന്നത്. ഗുഡ് മോർണിംഗ് പ്രദീപ് സർ. മോർണിംഗ് ജാസ്മിൻ, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, ഏതായാലും നമുക്ക് മാർക്കറ്റിന്റെ ഒരു ഔട്ട്ലുക്കിൽ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി 50യെ സംബന്ധിച്ചിടത്തോളം ഇന്ന് തീർച്ചയായിട്ടും താരിഫിന്റെ ഒരു കൺസേൺ തന്നെയാണ് ഈ ഒരു സെൽ ഓഫിന്, ഒരു പാനിക് സെൽ ഓഫിന് കാരണമായിരിക്കുന്നത് എന്ന് തന്നെ പറയാം. 24,750 എന്നുള്ള ഒരു ഡേ ലോ വരെ നിഫ്റ്റി ഇന്ന് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ഏകദേശം 0.5% കൂടുതലുള്ള ഒരു ഇടിവാണ് കാണാൻ സാധിക്കുന്നത്. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഇടിയുന്ന ഈ ഒരു പശ്ചാത്തലത്തിൽ ഇനി നമ്മൾ നിഫ്റ്റിയിൽ വാച്ച് ചെയ്തിരിക്കേണ്ട പ്രധാനപ്പെട്ട റെസിസ്റ്റൻസ് മേഖല ഏതായിരിക്കണം? Jasmine, I am not actually too worried about today's fall. കാര്യം നമ്മൾ ഒരാഴ്ച മുൻപുള്ള ട്രേഡിംഗ് പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ പ്രൈം മിനിസ്റ്റർ ഓഗസ്റ്റ് 15 നമുക്ക് ഒരു ഇൻഡിപെൻഡൻസ് ഡേ സ്പീച്ച് നൽകിയതിനെ തുടർന്ന് അടുത്ത ട്രേഡിംഗ് സെഷൻ, അതായത് 18-ാം തീയതി നമുക്കൊരു വലിയ ഗ്യാപ്പ് അപ്പ് ആയിരുന്നു കാണാൻ സാധിച്ചത്. കഴിഞ്ഞ 3 ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇറ്റ് ഈസ് എ ഫില്ലിംഗ് അപ്പ് ഓഫ് ദ ഗ്യാപ്പ്. സോ ആ ഒരു ഗ്യാപ്പ് ഫില്ല് ചെയ്യുന്ന സമയത്ത് നിഫ്റ്റി 50 ഒരു 24,700 പോയിന്റ് വരെ കറക്റ്റ് ചെയ്യാം. നമ്മൾ ഈ ഒരു സ്റ്റേജിൽ പാനിക് ചെയ്യാതെ നല്ല ഫൈനാൻഷ്യൽ പെർഫോമൻസ് നൽകിയിരിക്കുന്ന കമ്പനികളുടെ സ്റ്റോക്സ് പുതിയ ലോങ് പൊസിഷൻ എടുക്കാനുള്ള അവസരങ്ങളാണ് നമ്മൾ തേടിയെടുക്കേണ്ടത്. യെസ്, പ്രദീപ് സർ പറഞ്ഞതുപോലെ തന്നെ ഈ ഒരു ഇടിവിൽ അത്രമാത്രം കൺസേൺ ആകേണ്ട കാര്യമില്ല എന്ന് തന്നെയാണ് ഒരു ടെക്നിക്കലിയും നമ്മൾ ഒരു അവസരമാക്കി കണക്കാക്കേണ്ടതുണ്ട് എന്ന് തന്നെയാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഏതായാലും സാർ, നമ്മൾ ഇനി ബാങ്ക് നിഫ്റ്റിൻ്റെ കേസിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ നിഫ്റ്റി അപേക്ഷിച്ച് ഒരു അല്പം കൂടുതൽ സെല്ലിംഗ് പ്രഷർ ഉണ്ട്. 520-ലധികം പോയിന്റുകളുടെ ഒരു ഇടിവിലാണ് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ട്രേഡ് ചെയ്യുന്നത്. നിലവിൽ 54,611 എന്നുള്ളൊരു നിലവാരത്തിൽ ട്രേഡ് ചെയ്യുന്നു. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ഇവിടെ നിന്നും കൂടുതൽ ഇടിയാനുള്ള ഒരു സാധ്യത എത്രമാത്രമാണ്? അൺഫോർച്ചുനേറ്റ്ലി യെസ്. നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ലെവലാണ് ഇന്ന് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സ് ബ്രേക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ശ്രദ്ധിച്ചിരുന്ന ഒരു മേജർ സപ്പോർട്ട് ഏരിയ 54,800 ആയിരുന്നു. സോ കറന്റ് ലെവൽസിൽ നിന്നും അറ്റ്ലീസ്റ്റ് ഒരു 700 to 1,000 പോയിന്റ് കറക്ഷൻ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ പ്രതീക്ഷിക്കാം. പ്രദീപ് സർ, ഇന്നത്തെ ഈ ഒരു മാർക്കറ്റിന്റെ ഇടിവിലും അല്പമെങ്കിലും പിടിച്ചു നിൽക്കുന്നത് FMCG ഇൻഡെക്സ് ആണ്. അതിൽ എസ്പെഷ്യലി നെസ്ലെ ഇന്ത്യ 1.5% കൂടുതൽ മുന്നേറ്റം രേഖപ്പെടുത്തുകയാണ്. നെസ്ലെ ഇന്ത്യ ആൻഡ് അറ്റ് ദ സെയിം ടൈം FMCG ഇൻഡെക്സിലുള്ള സാറിന്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നെസ്ലെ ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വേസ് ആയി തന്നെ തുടരുന്നുണ്ട്. സോ നെസ്ലെ ഇന്ത്യയുടെ കേസിൽ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 1,138 രൂപയിലായിരിക്കാം നമ്മൾ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ആൻഡ് ഇമ്മീഡിയറ്റ് ബുള്ളിഷ് ട്രിഗർ കാണാൻ സാധിക്കുന്ന 1,175 രൂപയിൽ. പ്രദീപ് സർ, കഴിഞ്ഞ കുറേ സെഷനുകളിൽ നമ്മൾ ഈ ഒരു ഫോറത്തിലൊക്കെ തന്നെ പ്രോട്ടിയാൻ ഇ ഗവേൺ ടെക്നോളജിയെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഒരുപാട് വീഴ്ചകൾക്ക് സാക്ഷ്യം വഹിച്ച ഒരു സ്റ്റോക്കാണ്. ഇപ്പോൾ ഒരു കരാറിന്റെ തിളക്കത്തിൽ തന്നെ 10% കൂടുതലുള്ള ഒരു നേട്ടത്തിലേക്ക് സ്റ്റോക്ക് എത്തിയിരിക്കുകയാണ്. യുണീക്ക് ഐഡന്റിഫിക്കേഷൻ അതോറിറ്റി ഓഫ് ഇന്ത്യയിൽ നിന്ന് കമ്പനിക്ക് 1,160 കോടിയുടെ ഒരു ഓർഡർ ലഭിച്ചിരിക്കുന്നു. ഈ ഒരു സ്റ്റോക്കിൽ എന്തെങ്കിലും ഒരു ട്രെൻഡ് റിവേഴ്സലിന്റെ സാധ്യത സാറ് കാണുന്നുണ്ടോ? പ്രോട്ടിയന്റെ കേസിൽ ലിസ്റ്റ് ചെയ്തിട്ട് ഒത്തിരി നാളുകളായിട്ടില്ല. ആൻഡ് കഴിഞ്ഞ ജനുവരി മാസത്തിലായിരുന്നു ഈ സ്റ്റോക്ക് ലിസ്റ്റ് ചെയ്യപ്പെട്ടത്. അതിനുശേഷം നമ്മളെയൊക്കെ ഒത്തിരി നിരാശപ്പെടുത്തിയ ഒരു സ്റ്റോക്കായിരുന്നു പ്രോട്ടിയാൻ. ആൻഡ് പ്രോട്ടിയന്റെ കേസിൽ വളരെ ശക്തമായിട്ടൊരു സപ്പോർട്ട് ബേസ് 720 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. ആൻഡ് അവിടെ നിന്നായിരുന്നു നമുക്കൊരു ടേൺ റൗണ്ട് കാണാൻ സാധിച്ചത്. ആൻഡ് ഈ ഒരു ടേൺ റൗണ്ടിനെ തുടർന്ന് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലും നമുക്കൊരു പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. ഇന്നത്തെ ഈ റിക്കവറി ഈസ് ഓൺലി കൺഫേമിംഗ് ദാറ്റ് ബോട്ടം കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ഐ സി എ ഹ്യൂജ് പൊട്ടൻഷ്യൽ ഫോർ ദിസ് സ്റ്റോക്ക്. പ്രദീപ് സർ, റിലയൻസിനെ കുറിച്ചാണ് ചോദിക്കുന്നത്. ഇന്നിപ്പോൾ ഒരു 0.5% ഒരു ഇടിവ് നമുക്ക് റിലയൻസിൽ കാണാൻ സാധിക്കുന്നുണ്ട്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായിട്ടും അവരുടെ ഓഗസ്റ്റ് 29 നടക്കാനിരിക്കുന്ന ഒരു AGM-ലാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും വാച്ച് ചെയ്യുന്നത്. അതിനകത്ത് ഒരു പുതിയൊരു IPO കൂടി എക്സ്പെക്ട് ചെയ്യുന്നുണ്ട് മാർക്കറ്റ്. റിലയൻസിനെ സംബന്ധിച്ചിടത്തോളം ഉള്ള സാറിൻ്റെ ഒരു ടേക്ക് എങ്ങനെയാണ്? നിഫ്റ്റി 50 നമ്മളൊരു റിക്കവറി കാണണമെങ്കിൽ തീർച്ചയായിട്ടും വി ഹാവ് ടു സീ ദ റിക്കവറി ഇൻ റിലയൻസ് ഇൻഡസ്ട്രി. സോ നിഫ്റ്റി 50യോടൊപ്പം തന്നെ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിലും ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷൻസിലും നടക്കുന്നുണ്ട്. നമ്മൾ റിലയൻസ് ഇൻഡസ്ട്രിയുടെ കേസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട മേജർ സപ്പോർട്ട് 1,385, 1,395.
ലെറ്റ് us വെയിറ്റ് ആൻഡ് സീ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടോ എന്ന്. ആ ഒരു സപ്പോർട്ട് ഹോൾഡ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു പുതിയ ബൈങ് അവസരം ഈ സ്റ്റോക്കിൽ ലഭിക്കും. പ്രദീപ് സർ, മാർക്കറ്റ് പ്ലസിൽ ഓല ഇലക്ട്രിക്കിനെ കുറിച്ച് സാർ വ്യക്തമായി സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു. അവിടെ നിന്നും ഞാൻ ഇപ്പോൾ ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് എയ്ത്തർ എനർജിയെ കുറിച്ചാണ്. ഇന്നത്തെ ഈ ഒരു വീക്ക് മാർക്കറ്റിലും 2.5% കൂടുതൽ ഒരു മുന്നേറ്റം എയ്ത്തറിന്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. എയ്ത്തറിനെ സാർ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? എയ്ത്തർ എനർജിയും കഴിഞ്ഞ ഏപ്രിൽ മാസത്തിലായിരുന്നു ലിസ്റ്റ് ചെയ്തത്. ബട്ട് അൺലൈക്ക് മെനി ഓഫ് ദ ന്യൂലി ലിസ്റ്റഡ് സ്റ്റോക്സ്, ഈ ഒരു സ്റ്റോക്ക് നമുക്കൊക്കെ ഒത്തിരി നേട്ടം നൽകിയിരിക്കുന്ന ഒരു സ്റ്റോക്ക് എയ്ത്തർ. ആൻഡ് എയ്ത്തറിന്റെ കേസിൽ നിലവിൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി തന്നെ തുടരുന്നു. അറ്റ് ദ മൊമെന്റ് ഒരു വീക്ക്നെസ്സും കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. ജാസ്മിൻ നേരത്തെ FMCG ഇൻഡെക്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ആക്ച്വലി ഇന്ന് FMCG ഇൻഡെക്സിനോടൊപ്പം തന്നെ നമുക്ക് ഒരു പോസിറ്റിവിറ്റി കാണാൻ സാധിക്കുന്ന ഒരു ഇൻഡെക്സ് ഇസ് ദി ഓട്ടോ സെക്ടർ ഇൻഡെക്സ്. സോ ഓട്ടോ സെക്ടർ ഇൻഡെക്സിൽ എടുത്തു പറയാനുള്ളത് ഇറ്റ് ഇസ് ബജാജ് ഓട്ടോ ആൻഡ് ഹീറോ മോട്ടോ. ഈ വീക്ക് മാർക്കറ്റിൽ പോലും ആ രണ്ട് സ്റ്റോക്കും പിടിച്ചു നിൽക്കുന്നുണ്ട്. Along with that, Hyundai Motors and Tata Motors and Maruti and Mahindra, ഈ 4 സ്റ്റോക്സിലും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. യെസ് പ്രദീപ് സർ, ടാറ്റ മോട്ടോഴ്സിനെ കുറിച്ച് പറഞ്ഞതുകൊണ്ട് തന്നെ ടാറ്റ മോട്ടോഴ്സിൽ ഇന്ന് ഒരു ഇടിവ് നമ്മൾ കാണുന്നുണ്ടെങ്കിൽ പോലും കമ്പനിയെ സംബന്ധിച്ചിടത്തോളം അവരുടെ ഒരു പ്രധാനപ്പെട്ട ഒരു വെർട്ടിക്കലായിട്ടുള്ള കൊമേഴ്ഷ്യൽ ആൻഡ് പാസഞ്ചർ വെഹിക്കിൾ എന്നിങ്ങനെ 2 രീതിയിലേക്ക് മാറാനുള്ള ഒരു തീരുമാനത്തിലാണ് കമ്പനി. അതിന് ലോ ട്രൈബ്യൂണലിന്റെ അംഗീകാരം കൂടി ലഭിച്ചിരിക്കുകയാണ്. ടാറ്റ മോട്ടോഴ്സിന്റെ ഒരു ലോങ് ടേം ട്രെൻഡ് എങ്ങനെയാണ്? ടാറ്റ മോട്ടോഴ്സിന്റെ കേസിൽ ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തന്നെ തുടരുന്നു. ബട്ട് ഈ സ്റ്റോക്കിന് വളരെ മികച്ച ഒരു സപ്പോർട്ട് 669 രൂപയിൽ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ അടുത്ത 2 സെഷൻസിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത് ഈ ഒരു ലെവല് തന്നെ ആയിരിക്കണം. ഈ ഒരു ലെവല് നിലനിർത്താൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വളരെ ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. ഇതിന്റെ ഒരു ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് കാണുന്നത് 703 രൂപയില. മൈ എക്സ്പെക്ടേഷൻ താമസിക്കാതെ ആ ഒരു റെസിസ്റ്റൻസ് ലെവൽ ബ്രേക്ക് ചെയ്യപ്പെടും. പ്രദീപ് സർ, അവസാനമായിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ പേപ്പർ സ്റ്റോക്കുകളിൽ വലിയൊരു റാലി കണ്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഒരു പ്രോഫിറ്റ് ടേക്കിങ്ങിലാണ് ഇന്നുള്ളത്. ഏതാണ്ട് 20% പല സ്റ്റോക്കുകളും മൂവ് ചെയ്തിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി ഇത്തരത്തിലുള്ള ഒരു റാലി നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും പ്രേക്ഷകർക്ക് ഇതിലൊരു അവസരമുണ്ടോ എന്നറിയാനുള്ള ഒരു ക്യൂരിയോസിറ്റി ഉണ്ടാകും. പേപ്പർ ഇൻഡസ്ട്രിയെ പൊതുവെ സാർ എങ്ങനെയാണ് ഈ സെറ്റ് ഓഫ് സ്റ്റോക്സിനെ വിലയിരുത്തുന്നത്? അൺഫോർച്ചുനേറ്റ്ലി ഞാൻ പേപ്പർ ഇൻഡസ്ട്രി വളരെ ക്ലോസ് ആയിട്ട് സ്റ്റഡി ചെയ്തിട്ടില്ല. ബട്ട് ഇപ്പോൾ JK പേപ്പർ ഒരു എക്സാമ്പിൾ എടുക്കാമെങ്കിൽ ഇന്നലെ നമുക്ക് വലിയൊരു ഗ്യാപ്പ് അപ്പ് ഓപ്പണിംഗ് ആയിരുന്നു ഈ സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. തീർച്ചയായിട്ടും ആ ഒരു വലിയ ഗ്യാപ്പ് അപ്പിനെ തുടർന്ന് നമുക്ക് കൺഫേം ചെയ്യാൻ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും റിവേഴ്സ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. സോ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഷോർട്ട് ടേം ട്രേഡിങ്ങിന് വേണ്ടി നമുക്കൊരു പൊസിഷൻ എടുക്കാൻ സാധിക്കും. നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് 358 രൂപ. ഇതിന്റെ ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് 421 രൂപയിലാണ് കാണുന്നത്. താങ്ക് യു സോ മച്ച് പ്രദീപ് സർ. താങ്ക് യു ജാസ്മിൻ. സൂരജ് സർ, ഏതായാലും നമുക്ക് ഇന്ന് ഒരു പുതിയ ബിസിനസ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു സാധ്യത പ്രേക്ഷകരിലേക്ക് പറഞ്ഞു കൊടുക്കേണ്ട സമയമായിട്ടുണ്ട്. ടൈം ഫോർ ദ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. ജാസ്മിൻ, ഈ മാർക്കറ്റിൽ നമ്മൾ ഒരുപാട് ടെർമിനോളജീസ് യൂസ് ചെയ്യും. ആ ടെർമിനോളജീസ് യൂസ് ചെയ്യുന്നത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ലെവലിലൊക്കെ ചില കാര്യങ്ങൾ വരാറുണ്ട്. അതിലൊരു വലിയൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേർഡാണ് ഇൻ്റലിജൻറ്റ് ഫനാറ്റിക്. ഇൻ്റലിജൻറ്റ് ഫനാറ്റിക് എന്ന് ഇൻ്റലിജൻ്റ് അർത്ഥം അറിയാലോ, നല്ല ബുദ്ധിയുള്ള. ഫാനറ്റിക് എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു കാര്യത്തിൽ അന്ധമായി വിശ്വസിക്കുന്ന, ഇതിനെയാണ് നമ്മൾ ഫാനറ്റിക് എന്ന് പറയുന്നത്. നമ്മൾ സാധാരണ ഇവിടെയുള്ള വാക്കുകൾ റിലീജിയസ് ഫാനറ്റിക് എന്നൊക്കെ കേട്ടുള്ളൂ. ഇൻ്റലിജൻറ്റ് ഫാനറ്റിക് എന്ന് പറയുന്നത് നമുക്കൊരു എന്താ പറയുക, ഒരു പുതുമയുള്ള വാക്കായിരിക്കും. ഈ ഇൻ്റലിജൻറ്റ് ഫാനറ്റിക് എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ എന്താണെന്ന് പറയാം അതിന് മുമ്പേ തന്നെ, ഈ ഇൻ്റലിജൻറ്റ് ഫാനറ്റിക് എന്ന് പറയുന്ന പേര് ഉപയോഗിച്ച് ഒരു ബുക്ക് വരെ ഇറങ്ങിയിട്ടുണ്ട്. ആ ബുക്ക് എഴുതിയത് ഇയാൻ കാസലാണ്. ഇയാൻ കാസൽ എന്ന് പറഞ്ഞാൽ കൂടുതലും അദ്ദേഹത്തിൻ്റെ ഇൻവെസ്റ്റ്മെൻറ്റ് സ്റ്റൈല് ഈ മൈക്രോ ക്യാപ് കമ്പനിയാണ് ഇൻവെസ്റ്റ് ചെയ്യുക. മൈക്രോ ക്യാപ് കമ്പനികൾ റൺ ബൈ ഇൻ്റലിജൻറ്റ് ഫനാറ്റിക്സ് എന്നാണ് പറയുന്നത്. അതായത് ഇൻ്റലിജൻറ്റ് ഫനാറ്റിക്സ് ആയിട്ടുള്ള വ്യക്തികൾ റൺ ചെയ്യുന്ന മൈക്രോ ക്യാപ് കമ്പനിയിലാണ് നമ്മളൊരു വലിയൊരു വെൽത്ത് ക്രിയേഷൻ ഉണ്ടാക്കുന്നത്. അതായത് ഒരു സ്മോൾ ക്യാപ് പെന്നി സ്റ്റോക്ക് രാജാവാണ് ഇയാൻ കാസൽ. പക്ഷേ അദ്ദേഹം എപ്പോഴും പിക്ക് ചെയ്യാൻ നേരത്ത് ക്വാളിറ്റി സ്റ്റോക്സേ പോകുള്ളൂ കേട്ടോ. ചെറുതാണെന്ന് പറഞ്ഞിട്ട് ഏത് ചെറുത് സ്റ്റോക്കും കയറി പിടിക്കാറില്ല എന്നുള്ളതാണ് അതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ ഇയാൻ കാസൽ ഒരു വശത്ത്. രണ്ടാമത് നമ്മുടെ പ്രൊഫസർ സഞ്ജയ് ബക്ഷി ഉണ്ട്. നമ്മൾ മാർക്കറ്റിൽ അദ്ദേഹത്തിന് ഫണ്ടു പ്രൊഫസർ എന്ന് പറയും, FUNDOO, ഫണ്ടു പ്രൊഫസർ എന്ന് പറയും. വാല്യൂ ക്വസ്റ്റ് എന്ന് പറയുന്ന ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറി ഫേം അദ്ദേഹം നടത്തുന്നു. രണ്ടാമത് അദ്ദേഹം ഫ്ലെയിം യൂണിവേഴ്സിറ്റി പൂനെയിലെ ഫിനാൻസിൻ്റെ പ്രൊഫസറും കൂടെ. വളരെ ബിഗ് വാല്യൂ ഇൻവെസ്റ്റർ ആട്ടോ. അതായത് സഞ്ജയ് ബക്ഷിയൊക്കെ ഒരു ലെക്ചർ എടുക്കാൻ നേരത്തെ നമ്മളിങ്ങനെ കേട്ടിരുന്നു പോകുന്നില്ല. ഈ സഞ്ജയ് ബക്ഷിയും ഇയാൻ കാസലും ഒക്കെ
ഇൻ്റലിജൻറ്റ് ഫെനറ്റിക് എന്ന് പറയുന്ന ഒരു വാക്ക് സ്ഥിരമായിട്ട് അവരുടെ സ്പീച്ചുകളിലോ ബുക്കുകളിലോ അവരുടെ ഇൻ്റർവ്യൂകളിലോ യൂസ് ചെയ്യാറുണ്ട്. എന്താണ് ഈ ഇൻ്റലിജൻറ്റ് ഫെനറ്റിക്? ഇൻ്റലിജൻറ്റ് ഫെനറ്റിക് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല, ഒരു ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രനർ എന്ന് പറയുമ്പോൾ ആദ്യമായിട്ട് ബിസിനസ്സിലേക്ക് വരുന്നവർ. ഇപ്പം നമ്മൾ ടാറ്റ, ബിർള, അഡാനി, അംബാനിയൊക്കെ നോക്കുകയാണെങ്കിൽ അങ്ങനെയല്ല. ഇനി അവരുടെ മക്കൾ കയറുന്നു, അതൊരു ഫാമിലി ബിസിനസ്സായി മാറി. ഇത് നമ്മൾ എവിടുന്നും ഒരിടത്തൊന്നുമില്ല, പൊടുന്ന് തന്നെ ഒരാൾ ഒരു ബിസിനസ്സിലേക്ക് വരുന്നു. അയാൾക്ക് അദ്ദേഹത്തിൻ്റെ ബിസിനസ്സിനെ കുറിച്ച് ഭയങ്കര പ്രാന്താണ്, അതായത് ഭയങ്കര ഒബ്സഷനാണ് ആ ബിസിനസ്സിനെ കുറിച്ച്. പല കാര്യങ്ങളും പറയുമ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊക്കെ നടക്കുമോ എന്ന് ആലോചിക്കുക, ഇയാളുടെ ഡ്രീമൊക്കെ നടക്കുമോ എന്ന് നമ്മൾ ആലോചിക്കും. അതിനെ പ്രാവർത്തികമാക്കി മുന്നോട്ട് കൊണ്ടുവന്ന് ഒരു ബിസിനസ് എംപയർ ബിൽറ്റ് ചെയ്യുന്ന യങ് ഫ്രഷ് മൈൻഡഡ് ഫസ്റ്റ് ജനറേഷൻ ഓൺട്രപ്രനേഴ്സ് ഹൂ ഹാസ് ഗോട്ട് ഫയർ ഇൻ ദ ബെല്ലി, അങ്ങനത്തെ ആൾക്കാരെയാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് ഫെനറ്റിക്സ് എന്ന് നമ്മൾ പറയുന്നത്. അതിനൊരു ഉദാഹരണം പറയാം. ശരിക്കും പറഞ്ഞാൽ ഞാൻ ഏഷ്യർ മോട്ടോഴ്സ് ഹോൾഡ് ചെയ്യുന്ന കാലത്ത് ഞാൻ ഏഷ്യർ മോട്ടോഴ്സിൻ്റെ AGM പോയപ്പോൾ സിദ്ധാർത്ഥ ലാൽ, അതിൻ്റെ പ്രൊമോട്ടർ, അദ്ദേഹം തന്നെ ഒരു ബൈക്ക് റൈഡറാണ്, താടിയൊക്കെ വെച്ച് കോട്ടൊക്കെ ഇട്ടിട്ട് നമ്മൾ പറയണം. ഞാൻ ഇത് പറയുന്നത് 2008-9 കാലഘട്ടം, ആ ലേമൻ ബ്രദേഴ്സ് ക്രൈസിസും അമേരിക്ക റിസഷനിൽ പോകുന്നു, ഡോളർ ഭയങ്കരമായിട്ട് ചലഞ്ച്ഡ് ആണെന്നൊക്കെ പറയുന്ന സമയത്താണ് അദ്ദേഹം AGM വന്ന് പറയുന്ന കാര്യം എന്ന് വെച്ചാൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ത്യയുടെ 65% 35 വയസ്സിന് താഴെ വരുമ്പോൾ ഈ പിള്ളേരെല്ലാവരും ഭയങ്കര അഡ്വഞ്ചറസ് ആയിട്ട് ആയിരിക്കും. അവർക്ക് ഹൈക്കിംഗ്, ബൈക്കിംഗ്, മൗണ്ടനിയറിംഗ് ഒക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഒരു ഹിമാലയൻ റാലിക്കൊക്കെ ഇവർക്ക് ബുള്ളറ്റ് കൊണ്ടുപോകാം എന്നൊക്കെ പറയുമ്പോൾ അന്നത്തെ കാലത്ത് അങ്ങനെ ഒരു കൾച്ചറേ ഉണ്ടായിരുന്നില്ല. ഞാൻ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിക്കുമ്പോൾ ഞാൻ ബുള്ളറ്റാണ് യൂസ് ചെയ്യണത്. ബട്ട് ഞങ്ങളുടെ കോളേജ് ക്യാമ്പസിൽ ടോട്ടൽ 4 ഇയർ കൂടെ ചേർത്തിട്ട് 2-3 ബുള്ളറ്റോ ക്യാമ്പസിലുള്ളൂ. ബാക്കിയെല്ലാം യമഹ RX100, ഹീറോ ഹോണ്ട, സ്പ്ലെൻഡർ, നിഞ്ച, TVS സുസുക്കി ഇങ്ങനത്തെ സ്കൂട്ടറുകളായിരുന്നു ബൈക്കുകളായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ അന്നൊന്നും നമ്മൾ ഈ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ആസ്പെക്റ്റ് ബുള്ളറ്റ്, റോയൽ എൻഫീൽഡ് ബുള്ളറ്റിന് ഉണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കിയിരുന്നില്ല. അപ്പോൾ 2008 ഞാൻ AGM പോയപ്പോൾ ഇദ്ദേഹം പറയുന്നത്, നമുക്ക് ഈ പറഞ്ഞ പോലെ ഇന്ത്യൻസ് ഒരുപാട് ബൈക്കിങ്ങിന് പോകും, ഹാർലി ഡേവിഡ്സനെ കണ്ടിട്ടില്ലേ, അതേപോലെ ഇന്ത്യൻ ഹാർലി ഡേവിഡ്സൺ ആണ് ബുള്ളറ്റ് എന്നൊക്കെ പറഞ്ഞപ്പോൾ ആരും വളരെ സീരിയസ് ആയിട്ട് എടുത്തില്ല. ബട്ട് എങ്ങനെ റോയൽ എൻഫീൽഡിനെ അദ്ദേഹം ബിൽഡ് ചെയ്തു എന്ന് ആലോചിച്ച് നോക്കൂ. അതുപോലെ തന്നെ ദീപീന്ദർ ഗോയൽ നമ്മുടെ മുന്നിൽ വന്നിട്ട് സൊമാറ്റോനെ കുറിച്ച് പറഞ്ഞ ആൾക്കാർ ഇങ്ങനെ ഓർഡർ ചെയ്യും, നമ്മൾ വീട്ടിൽ ഇരുന്ന് ഫുഡ് ഓർഡർ ചെയ്യുന്ന പറഞ്ഞപ്പോൾ ആരും സീരിയസ് ആയിട്ട് എടുത്തില്ല എന്നുള്ള. ഇന്ന് നമുക്ക് ഏതൊരു വ്യക്തിയുടെയും മൊബൈൽ ഫോണിൽ നോക്കുകയാണെങ്കിൽ സൊമാറ്റോ എന്ന് പറയുന്ന ഒരു ആപ്പ് ഉണ്ട് എന്നുള്ള. ഏത് ഫ്ലാറ്റിൻ്റെയും വീട്ടിൻ്റെയും ഹോട്ടലിൻ്റെ ഫ്രണ്ടിൽ ചെന്നാലും റെഡ് ടീഷർട്ട് ഇട്ടിരിക്കുന്ന ആ ഗിഗ് വർക്കേഴ്സ് ഉണ്ടാവും എന്നുള്ള. അപ്പോൾ എങ്ങനെയാണ് ഒരു ഇൻ്റലിജൻറ്റ് ഫനാറ്റിക്? ഉദാഹരണത്തിന് നമ്മുടെ നാട്ടിൽ തന്നെ നോക്കുകയാണെങ്കിൽ നമ്മുടെ റെസ്പെക്റ്റഡ് ആയിട്ടുള്ള യൂസഫ് അലി, അദ്ദേഹം ഒരു സൂപ്പർ മാർക്കറ്റിനെ കുറിച്ചൊക്കെ തുടക്കകാലങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ കഥയൊക്കെ സംസാരിക്കുമ്പോൾ ആരും ഇതിനെക്കുറിച്ച് വിശ്വസിച്ചില്ല. ഇപ്പോൾ അദ്ദേഹം ഉണ്ടാക്കിയിരിക്കുന്ന ഒരു ബിസിനസ് എംപയർ നോക്കൂ. അപ്പോൾ ഇവരെയാണ് നമ്മൾ ഇൻ്റലിജൻറ്റ് ഫെനറ്റിക് എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു എക്സാമ്പിളാണ് ഞാൻ തന്നത്. അപ്പോൾ ഇൻ്റലിജൻറ്റ് ഫെനറ്റിക് ആയ സഞ്ജീവ് ബിഖ്ചന്ദാനിയുടെ കഥയാണ് ഞാൻ പറയുന്നത്. ഈ സഞ്ജീവ് ബിഖ്ചന്ദാനി എന്ന് പറയുന്നത് ഡൽഹിയിൽ ഒരു സാധാരണ മിഡിൽ ക്ലാസ് ഫാമിലിയിൽ ജനിച്ചു. അച്ഛൻ ഗവൺമെൻറ് ഡോക്ടറായിരുന്നു, ചേട്ടൻ IIT കാൺപൂരിൽ എഞ്ചിനീയറിംഗ് പഠിച്ചതാണ്. അപ്പോൾ എല്ലാവരും വിചാരിച്ചു സഞ്ജീവ് ബിഖ്ചന്ദാനി ചേട്ടൻ്റെ പാത തന്നെ പിന്തുടർന്ന് ഒരു എഞ്ചിനീയറിംഗ് ഗ്രാജുവേറ്റ് ആയിട്ട് മാറുന്നു. ബട്ട് ഡെസ്റ്റിനി എന്ന് പറയട്ടെ, അതായത് വിധി എന്ന് പറയട്ടെ, ഇദ്ദേഹത്തിന് സഞ്ജീവ് ബിഖ്ചന്ദാനിക്ക് കളർ ബ്ലൈൻഡ്നെസ് ഉണ്ടായിരുന്നു. അത് കാരണം തന്നെ അയാൾക്ക് എഡ്യൂക്കേഷൻ തന്നെ പെർസ്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ളൊരു ഒരു ആശങ്ക തന്നെ അന്ന് ഉണ്ടായിരുന്നു എന്നുള്ള. ബട്ട് അദ്ദേഹം 1984 സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജ്, ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ സെയിൻറ്റ് സ്റ്റീഫൻസ് കോളേജിൽ അദ്ദേഹം ജോലി ചെയ്തു എന്ന് പറയും. അതായത് ഭയങ്കര ഡിസ്റ്റിങ്ക്യൂഷ്ഡ് ആലുമിനി ഉള്ള ഒരു കോളേജാണ് ഈ സെയിൻറ്റ് സ്റ്റീഫൻസ് എന്നുള്ളത്. അവിടുന്ന് പഠിച്ചിറങ്ങിയതിന് ശേഷം അദ്ദേഹം അഹമ്മദാബാദ് IIM MBA ചെയ്യാൻ പോയി. അത് കഴിഞ്ഞിട്ട് 1989 സ്മിത്ത് ക്ലൈനിൽ അദ്ദേഹം ജോലി ചെയ്തു. ഹോർലിക്സിലെ അന്ന് സ്മിത്ത് ക്ലൈൻ്റെ കീഴിലായിരുന്നു ഹോർലിക്സ്. ഇന്ന് യൂണിലിവർ സ്മിത്ത് ക്ലൈൻ്റെ നിന്ന് ഹോർലിക്സ് മേടിച്ചു. അവിടെ ഒരു മാർക്കറ്റിംഗ് പോസ്റ്റിലാണ് അദ്ദേഹം വർക്ക് ചെയ്തത്. പക്ഷേ അദ്ദേഹത്തിൻ്റെ ഈ ആസ്പിറേഷൻസും അദ്ദേഹത്തിൻ്റെ വിഷനും ചിന്തയൊക്കെ കൊണ്ട് അദ്ദേഹത്തിന് അധികം വർക്ക് ചെയ്യാൻ പറ്റിയില്ല. 1989 ഹോർലിക്സിൽ വർക്ക് ചെയ്ത് തുടങ്ങിയാലും 1990 അദ്ദേഹം റിസൈൻ ചെയ്തു എന്നുള്ള. റിസൈൻ ചെയ്തിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, കപിൽ വർമ്മ.
കപിൽ വർമ്മയായിട്ട് ചേർന്ന് അദ്ദേഹം ഒരു 2 കമ്പനി പ്രൈവറ്റ് ഒരു പാർട്ട്ണർഷിപ്പ് ബേസിസിൽ കപിൽ ശർമ്മയായിട്ട് ഗറി ഉണ്ടാക്കി. അതിൽ ഒന്നിൻ്റെ പേര് ഇൻഫോ എഡ്ജ് എന്നായിരുന്നു. ആ ഇൻഫോ എഡ്ജിൻ്റെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ ജോലി എന്ന് പറഞ്ഞാൽ ഈ സാലറി സർവേ ഒക്കെ കണ്ടക്ട് ചെയ്യുക. ഒരാൾ ഇത്രയും സാലറി മേടിക്കുന്നു, ഇയാൾ ഇങ്ങനെ ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്ത് എത്രത്തോളം സാലറി കൂടുതൽ മേടിക്കും, അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇന്നോവേറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇൻഫോ എഡ്ജ് വഴി അദ്ദേഹം അത് ചെയ്തിരുന്നതെന്നുള്ള. രണ്ടാമത് ഇദ്ദേഹത്തിൻ്റെ കമ്പനി ഉണ്ടായിരുന്നത് ഇൻഡ്മാർക്ക് എന്ന് പറയും. അതായത് ഈ ഫാർമസ്യൂട്ടിക്കൽ ഡേറ്റാബേസ് ട്രേഡ് മാർക്കൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഒരു കമ്പനി. അങ്ങനെ 2 ബിസിനസ്സാണ് ഇദ്ദേഹം തുടങ്ങിയെന്നുള്ള. ഇദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാലങ്ങളൊക്കെ ഭയങ്കര ചലഞ്ചിങ് ആയിരുന്നു എന്നുള്ള. അതായത് ഇതിനകത്തുനിന്ന് റവന്യൂ ഇല്ല, സ്വന്തമായിട്ട് ശമ്പളം കൊടുക്കാനുമില്ല, വീട്ടിൽ കൊണ്ടുപോകാനും പൈസ ഇല്ലാതെ വധു എന്നുള്ള. ഇദ്ദേഹം ഒരുപാട് പാർട്ട് ടൈം ജോലി ചെയ്തു. അതായത് ട്രെയിനിങ്, ടീച്ചിങ് ഒക്കെ ചെയ്തു. എന്തിനാ? അദ്ദേഹത്തിൻ്റെ ഭാര്യ എന്ന് സുരഭി എന്ന് പറയുന്ന ഒരു ലേഡിയാണ് അദ്ദേഹം കല്യാണം കഴിച്ചത്. ഏതാണ്ട് സുരഭിയുടെ സാലറിയിലാണ് അദ്ദേഹം 3 കൊല്ലം തന്നെ ജീവിച്ചത് ഈ ഇൻഫോ എഡ്ജ് കമ്പനി തുടങ്ങിയതിന് ശേഷം. ശരിക്കും പറഞ്ഞാൽ അയാളുടെ ജീവിതത്തിലെ വലിയ പിവട്ടൽ പോയിന്റ് ആണ്, അയാളുടെ ട്രാജക്ടറിയാണ് ജീവിതത്തിൽ മാറുന്നത്. 1996 ഈ 1996 എന്ന് പറഞ്ഞാൽ ഞാൻ എഞ്ചിനീയറിംഗ് പഠിച്ച് വെളിയിലിറങ്ങുന്ന സമയം. അന്ന് നമ്മൾ എന്തിനാണ് നമ്മൾ ട്രിവാൻഡ്രം എഞ്ചിനീയറിംഗ് പഠിക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ പോലും നമ്മൾ നേരിട്ട് കണ്ടിട്ടില്ല എന്നുള്ള. അന്ന് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്, പച്ച കളറിൽ 2-3 ഡിജിറ്റ് മാത്രമേ വരുള്ളൂ. അങ്ങനത്തെയൊക്കെ സമയത്ത് ഡൽഹിയിൽ IT എക്സ്പോ വന്നു. IT എക്സ്പോയിൽ ഇദ്ദേഹം പോയി കണ്ടപ്പോൾ ഈ യാഹുവിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കണ്ടിട്ട് ഇയാൾ, അതായത് യാഹു എന്ന് പറയുന്നത് അറിയാലോ, ഒരു പോർട്ടൽ. അതിനകത്ത് ജോബ്സ്, ന്യൂസ്, സ്പോർട്സ്, ക്രിക്കറ്റ്, എൻ്റർടൈൻമെൻറ്റ്, സെർച്ച് എഞ്ചിൻ, ഇമെയിൽ, ഇതെല്ലാം കൂടെ ചേർന്ന് ഒരു സാധനമാണ് yahoo.com. അതിൻ്റെ ഡെമോൺസ്ട്രേഷനൊക്കെ കണ്ടപ്പോൾ അദ്ദേഹം ഭയങ്കരമായിട്ട് ഇൻസ്പയർഡ് ആയി എന്നാണ് പറയുന്നത്. എന്നിട്ട് അയാൾ ആലോചിച്ചു, ഈ പറഞ്ഞ പോലെ ഇന്ത്യയിൽ ഒരുപാട് പേർക്ക് ജോലി വേണം. സാധാരണ നമ്മൾ അന്നത്തെ കാലത്ത് ഡിപ്പെൻഡ് ചെയ്യുന്നത് എന്താ? നമ്മൾ പേപ്പർ തുറന്നു വയ്ക്കും, അന്ന് ജോബ് ഓപ്പർച്യൂണിറ്റീസ് വരുന്നത് നോക്കും, എഴുതി ഒരു പേപ്പറിൽ വയ്ക്കും, നമ്മളൊരു പോസ്റ്റ് കവറിൽ എഴുതി നമ്മൾ അയക്കും, ആപ്ലിക്കേഷൻസ് അയക്കും. നമ്മൾ പഴയകാല സിനിമകളിൽ നോക്കിയാലേ, അതായത് 80കളുടെ അവസാനവും 90കളുടെ തുടക്കമൊക്കെ നമ്മുടെ ജയറാമും മുകേഷിൻ്റെയും സിനിമയിലുള്ള സ്ഥിരം പരിപാടി ഈ PSCക്കും കമ്പനികൾക്കും കത്തയച്ചു എന്നുള്ള. ഇപ്പോൾ റാംജി റാവു സ്പീക്കിംഗ് എന്ന് പറഞ്ഞ സിനിമ തുടങ്ങുന്നത് തന്നെ ഒരു ജോലിക്ക് വേണ്ടി വഴക്കൂടുന്ന 2 വ്യക്തികളായിട്ടാണ് സിനിമ തുടങ്ങുന്നത്. അന്ന് ജോലി എന്നൊക്കെ പറഞ്ഞാൽ ഇതുപോലെയൊന്നുമല്ല, വളരെ സ്കേഴ്സിറ്റി ആയിട്ടുള്ളൊരു കമ്മോഡിറ്റിയാണ്. അന്ന് അദ്ദേഹം വിചാരിച്ചു, ഈ പറഞ്ഞ പോലെ എന്തുകൊണ്ടൊരു ജോബ് പോർട്ടൽ തുടങ്ങിക്കൂടാ. കാര്യം നമ്മൾ ഈ പേപ്പറിലൊക്കെ എഴുതി വെച്ചു, പേപ്പറിനധികം ഷെൽഫ് ലൈഫ് ഇല്ലല്ലോ. ഒരു ദിവസം ഉച്ചയാകുമ്പോഴത്തേക്കും ഈ പേപ്പർ എടുത്ത് അമ്മയോ വീട്ടിൽ അച്ഛനോ അതെടുത്ത് കബോർഡിലേക്ക് മാറ്റി വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളത് കാണത്തൂല്ല. പഴയ പേപ്പറൊക്കെ എടുത്ത് നമ്മൾ എന്തെങ്കിലും കവർ ചെയ്യാനൊക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കത് സ്റ്റോർ ചെയ്യാൻ പറ്റില്ല. അപ്പോൾ എങ്ങനെ ഒരു ഡേറ്റാബേസ് സ്റ്റോർ ചെയ്യാം, ജോബ് ഓപ്പർച്യൂണിറ്റീസിനെ സെർച്ച് ചെയ്യാൻ പറ്റും എന്നുള്ള ഒരു ഇന്നോവേറ്റീവ് മോഡലാണ് അദ്ദേഹം ഇൻഫോ എഡ്ജിൽ കൂടെ കൊണ്ടുവന്നതെന്നുള്ള. അതായത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമുക്കൊരു റെസ്യൂമേ ഉണ്ടെങ്കിൽ നമുക്ക് പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ കമ്പനിക്ക് ഏതെങ്കിലും പൊസിഷനിൽ ആളെ ആവശ്യമുണ്ടെങ്കിൽ അതിൽ ശരിക്കും പറഞ്ഞാൽ അത് ഉദ്ദേശിച്ച് സെർച്ച് ചെയ്യാം. സെർച്ച് ചെയ്യുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള റെസ്യൂമേസ് അവർക്ക് കിട്ടും, കമ്പനികളുടെ നിന്ന് കാശ് മേടിക്കുന്നു. ഇങ്ങനത്തെ ഒരു ബിസിനസ് മോഡലാണ് അദ്ദേഹം കൊണ്ടുവന്നതെന്നുള്ള. ഇവിടുന്നാണ് നമ്മുടെ ഇന്ത്യൻ കമ്പനിയായ നൗക്കരി എന്ന് പറയുന്ന വെബ്സൈറ്റ് തുടങ്ങുന്നതെന്നുള്ള. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സെർവൻറ്റിൻ്റെ ക്വാർട്ടേഴ്സിൽ നിന്നാണ് അദ്ദേഹം ഇത് തുടങ്ങുന്നതെന്നുള്ള. ഇത് തുടങ്ങാനായിട്ട് ശരിക്കും പറഞ്ഞാൽ അദ്ദേഹത്തിന് പൈസ ഇല്ലായിരുന്നു. എന്നിട്ട് അദ്ദേഹത്തിൻ്റെ ബ്രദർ US-ലായിരുന്നു. അദ്ദേഹത്തിൻ്റെ സഹായത്തോടു കൂടി $25 പെർ മന്ത് കൊടുത്തിട്ടാണ് ഇതിൻ്റെ സെർവർ വാങ്ങിക്കുന്നത്. എന്നിട്ട് സെർവൻറ്റിൻ്റെ റൂമിൽ വെച്ചിട്ടാണ് ഇദ്ദേഹം വർക്ക് ചെയ്യണേ എന്നുള്ള. ഒരു കാര്യം മനസ്സിലാക്കണം, ഏതാണ്ട് 2000 രൂപ മുതൽ മുടക്കി തുടങ്ങിയ കമ്പനി ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് 91,000 crores ആണെന്നുള്ള. അതാണ് സഞ്ജീവ് ബിക്ചന്ദാനി എന്ന് പറഞ്ഞ ഫസ്റ്റ് ജനറേഷൻ ഓൺടർപ്രനറെ നമ്മൾ ഇൻ്റലിജൻറ്റ് ഫാനറ്റിക്കായിട്ട് നമ്മൾ അവതരിപ്പിക്കുന്നത് എന്നുള്ള. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ Naukri.com തുടങ്ങി, അത് കഴിഞ്ഞ് റിയൽ എസ്റ്റേറ്റ് ലിസ്റ്റിങ്ങിലേക്കും പോയി. അതിനെയാണ് 99 acres എന്ന് പറഞ്ഞൊരു സൈറ്റ് കൊണ്ടുവന്നത്. അത് കഴിഞ്ഞ് അദ്ദേഹം ആലോചിച്ചു ഈ മാരേജ് പ്രൊപ്പോസൽസ് കൊണ്ടുവന്നത് എന്താ, മാച്ച് മേക്കിംഗ്, അങ്ങനെ ജീവൻ സാത്തി കൊണ്ടുവന്നു. അതിനുശേഷം ശിക്ഷ എന്ന് പറഞ്ഞൊരു എഡ്യൂക്കേഷണൽ പോർട്ടൽ കൊണ്ടുവന്നു. ഇദ്ദേഹത്തിൻ്റെ ഐഡിയ എന്ന് പറഞ്ഞാൽ അസറ്റ് ലൈറ്റ് ആയിട്ട് നിൽക്കാം, 2 കൂട്ടരെ തമ്മിൽ, ജോലി ആവശ്യമുള്ളവരും ജോലി കൊടുക്കാൻ ആവശ്യമുള്ളവരും, കല്യാണം കഴിക്കാനുള്ള വരനും കല്യാണം കഴിക്കാനുള്ള വധുവും, അതുകൂടാതെ റിയൽ എസ്റ്റേറ്റ് മേടിക്കാനുള്ള ആളും സെല് ചെയ്യാൻ, ഇവരെയൊക്കെ ഒരു പ്ലാറ്റ്ഫോമിൽ കൊണ്ടുവരിക എന്ന് പറഞ്ഞാൽ നോവൽ ബിസിനസ് ഐഡിയയിലാണ് അദ്ദേഹം കോൺസെൻട്രേറ്റ് ചെയ്ത് മുന്നോട്ട് പോയത്. അദ്ദേഹത്തിൻ്റെ ബിസിനസ് ജേർണിയിൽ അദ്ദേഹം എടുത്തൊരു ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയും, 2-3 ഫിനാൻഷ്യൽ ഇൻവെസ്റ്റ്മെൻറ്റ് ചെയ്തിട്ടുണ്ട് അദ്ദേഹത്തിൻ്റെ കമ്പനി. അത് ഒന്നെന്ന് പറയുന്നത് സൊമാറ്റോ, 12.4% സ്റ്റേക്ക് ഒരു ഒരു ഇൻവെസ്റ്റ്മെൻ്റ് ആയിട്ട് സൊമാറ്റോയിൽ ചെയ്തത്. അതായത് സൊമാറ്റോ ഒരു സ്റ്റാർട്ടപ്പായിരുന്ന സമയത്ത് ഇൻവെസ്റ്റ് ചെയ്ത് സീഡ് ക്യാപിറ്റൽ കൊടുത്ത വ്യക്തിയാണ് സഞ്ജീവ് ബിക്ചന്ദാനി. അതുകൂടാതെ നമ്മുടെ പോളിസി ബസാർ, ഈ പോളിസി ബസാർ ഏതാണ്ട് 12%
0.52% സ്റ്റേക്കാണ് ഇവർ എടുത്തിരിക്കുന്നത് എന്നുള്ള. അപ്പോൾ ഇങ്ങനെ സ്റ്റേക്ക് എടുത്തിട്ടാണ് ഇദ്ദേഹം മുന്നോട്ട് വന്നത്. അതായത് FIS ഇന്ത്യൻ മാർക്കറ്റിൽ സ്റ്റാർട്ടപ്പ് ഗെയിം കംപ്ലീറ്റ് കളിച്ചിരിക്കുന്നത് ഈ ഇൻഫോ എഡ്ജിൻ്റെ ഷെയറിൽ കൂടെയാണെന്നുള്ളത്. അതായത് ആലോചിക്കുക, 2006 IPO വന്നു, 2007 600 തൊട്ട് 700 കോടി റവന്യൂ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇന്ന് കമ്പനി 2025 ചെയ്യുന്ന 2849 കോടിയാണ് ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ റവന്യൂ എന്ന് പറയുന്നത്. ഇന്നത്തെ മാർക്കറ്റ് ക്യാപ്പ് 90,000 crores ഉണ്ട്. ഇതിൻ്റെ നെറ്റ് പ്രോഫിറ്റ് എന്ന് പറഞ്ഞാൽ 1310 കോടിയാണ്. ഇതൊരു പ്യുവർ ഡിജിറ്റൽ പ്ലേ ആണ് ഇൻഫോ എഡ്ജ് എന്ന് പറയുന്നത്. ഒരു അസറ്റ് ലൈറ്റ് മോഡലാണ് എന്നുള്ളതാണ്. അതിനുശേഷം ഒരുപാട് സ്ട്രാറ്റജിക് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഇദ്ദേഹം ചെയ്തിട്ടുണ്ട് കേട്ടോ. അദ്ദേഹത്തിന് ഓൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് ഉണ്ട്. അതിൽ കൂടെ ഏതാണ്ട് ഒരുപാട് സ്റ്റാർട്ടപ്പുകൾ, ഐൽ എന്ന് പറഞ്ഞൊരു ഓൺലൈൻ ഡേറ്റിംഗ് കമ്പനി, ഗ്രാമോഫോൺ എന്ന് പറഞ്ഞൊരു ആഗ്രി ടെക് കമ്പനി, ടെറാലിറ്റിക്സ് എന്ന് പറഞ്ഞ റിയൽ എസ്റ്റേറ്റ് അനലിറ്റിക്സ് കമ്പനിയിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊരു മറ്റൊരു സൊമാറ്റോ ആവുമോ അല്ലെങ്കിൽ പോളിസി ബസാർ ആവുമോ എന്നുള്ള കാര്യം നമുക്കറിയില്ല എന്നുള്ള. ഇതിനകത്ത് ഈ ഇൻ്റലിജൻറ്റ് ഫെനറ്റിക്കിൻ്റെ പ്രത്യേകത എന്നറിയോ? ടാറ്റ, ബിർള, അഡാനി, അംബാനിയൊക്കെ ഫിസിക്കൽ സ്പേസിൽ ബിസിനസ് എംപയർ ക്രിയേറ്റ് ചെയ്തപ്പോൾ സഞ്ജീവ് ബിഖ്ചാന്ദാനി ഡിജിറ്റൽ സ്പേസിൽ ഒരു വലിയൊരു എംപയർ ക്രിയേറ്റ് ചെയ്ത ഒരാളാണ് എന്നുള്ള. ആ സഞ്ജീവ് ബിഖ്ചാന്ദാനിയുടെ ഇൻഫോ എഡ്ജ് ആയിരുന്നു നമ്മുടെ ഇന്നത്തെ സ്പോട്ട്ലൈറ്റ് സ്റ്റോക്ക്. നമ്മൾ ഇന്ന് പറഞ്ഞ ഒരു സ്റ്റോക്കും ഒരു റെക്കമെൻഡേഷനോ സോളിസിറ്റേഷനോ അഡ്വൈസ് അല്ല, വെറും അക്കാഡമിക് പർപ്പസിന് വേണ്ടിയിട്ട് മാത്രമാണ് നിങ്ങൾ അത് നിങ്ങൾ ഒരു രജിസ്റ്റേർഡ് സെബി രജിസ്റ്റേർഡ് ഇൻവെസ്റ്റ്മെൻറ്റ് അഡ്വൈസറിൻ്റെ റെക്കമെൻഡേഷനിൽ മാത്രം സ്റ്റോക്ക് പിക്കിംഗ് ചെയ്യുക. ഞങ്ങളിത് നിങ്ങളുടെ കാഴ്ചപ്പാടിനെ ഒന്ന് ആ രീതിയിൽ കൊണ്ടുവരാൻ, എന്താണ് ഇൻ്റലിജൻറ്റ് ഫെനറ്റിക് എന്നുള്ള രീതിയിലേക്ക് നിങ്ങൾക്കത് മനസ്സിലാക്കി തരാനുള്ള ഒരു അക്കാഡമിക് ലെസൺ ആയിട്ട് മാത്രമേ നിങ്ങളിതിനെ കാണാവൂ. ഓവർ ടു ജാസ്മിൻ. ഏതായാലും നാളെ ഒരു മാർക്കറ്റ് ഹോളിഡേ ആണ്. അതുകൊണ്ട് തന്നെ ഇനി ഓപ്പണിംഗ് അവേഴ്സ് അടുത്ത ദിവസമേ ഉണ്ടായിരിക്കുകയുള്ളൂ. ഇവിടെ സംസാരിച്ചിട്ടുള്ള സ്റ്റോക്കുകൾ ഒന്നും തന്നെ ഒരു അഡ്വൈസോ റെക്കമെൻഡേഷനോ അല്ല എന്ന് വീണ്ടും ഓർമ്മപ്പെടുത്തുകയാണ്. ഇന്നത്തെ ഒരു ഓപ്പണിംഗ് സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. അടുത്ത ദിവസം വീണ്ടും കാണാം. സ്റ്റേ ട്യൂൺഡ്.